ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം 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 ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. 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 ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ.
गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म गुरु साक्षात् परं ब्रह्म गुरु साक्षात् परं ब्रह्म गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः तस्मै श्री गुरवे नमः ओम शांति 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 ओम शांति 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 കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ശരീരത്തിലെ ഓരോ കോശങ്ങളിലും മനസ്സിലെ എല്ലാ ഭാവങ്ങളിലും ബുദ്ധിയിലെ ഓരോ കോണുകളിലും നിറയുന്ന ആനന്ദത്തിൻ്റെ ഊർജത്തിൽ വിശ്രമിക്കൂ. തല നേരെ, നട്ടല് നേരെ, പുഞ്ചിരിയോടൊപ്പം ദീർഘമായൊരു ശ്വാസം അകത്തേക്കെടുക്കാം. സാവധാനം ശ്വാസം പുറത്തേക്ക്. ഈ മഹാ അവസരം എൻ്റെ ഈ ജന്മത്തിൽ സാധ്യമാക്കി അനുഗ്രഹമേകിയ ഭഗവാനോട്, പിതൃക്കളോട്, പ്രകൃതിയോട്, സർവദേവീ ദേവന്മാരോട്, സർവശക്തികളോട്, ഗുരുവായി അവതരിച്ചിരിക്കുന്ന ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഭഗവത്ഗീത ധ്യാന ശ്ലോകം പാരായണം ചെയ്യാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ
त्वामनुसन्दधामि भगवद्गीते भवद्वेषिणीम्। नमोऽस्तु ते व्यासविशालबुद्धे फुल्लारविन्दायतपत्रनेत्रा। येन त्वया भारततैलपूर्णः प्रज्वालितो ज्ञानमयप्रदीपः। प्रपन्नपारिजाताय स्तोत्रवेत्रैकपाणये ज्ञानमुद्राय कृष्णाय गीतामृतदुहे नमः। सर्वोपनिषदो गावो दोग्धा गोपालनन्दना। पार्थो वत्सः सुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुम्। भीष्मद्रोणतटा जयद्रथजला गान्धारनीलोत्पला शल्यग्राहवती कृपेण वहनी कर्णेन वेलाकुला। अश्वत्थामविकर्णघोरमकरा दुर्योधनावर्तिनी सोत्तीर्णा खलु पाण्डवैर्नदी कैवर्तकः केशवः। पाराशर्यवचः सरोजममलं गीतार्थगन्धोत्कटं नानाख्यानककेसरं हरिकथा सम्बोधनाबोधितम्। लोके सज्जनषट्पदैरहरहः पेपीयमानं मुदा भूयाद्भारतपङ्कजं कलिमलप्रध्वंसिनः श्रेयसे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुतः स्तुन्वन्ति दिव्यैस्तवैर्वेदैः साङ्गपदक्रमोपनिषदैर्गायन्ति यं सामगा। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुःसुरासुरगणा। देवाय तस्मै नमः। കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഹൃദയത്തിൽ നിറയുന്ന കൃതജ്ഞതയോടൊപ്പം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നതിനോടൊപ്പം സാവധാനം കണ്ണുകൾ തുറക്കാവുന്നതാണ്. ശ്രീമദ് ഭഗവത്ഗീത മഹാജ്ഞാനയജ്ഞം 4ാം ദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര മനോഹരമായൊരു സന്ധ്യയാണല്ലോ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നത്. അറിവില്
ഒരുമിച്ച് പാടുന്നതിൽ, ജപത്തിൽ, ഭഗവാന്റെ സന്നിധിയിൽ, ഇങ്ങനെ എല്ലാ ദിവസവും ജീവിതത്തിൽ ലഭിക്കുന്നൊരവസരം ആലോചിച്ച് നോക്കിക്കേ. നോളജ്, അറിവ്, അറിവിൻ്റെ സാന്നിധ്യമാണ് സത്സംഗം. സത്സംഗത്തിൽ എത്തുന്നൊരു വ്യക്തിക്ക് മാത്രമേ മോക്ഷം സാധ്യമാവുള്ളൂ ജീവിതത്തിൽ. അപ്പം സത്സംഗം എന്താ? സത്സംഗം അറിവിൻ്റെ സാന്നിധ്യം. അറിവാരാ? ഗുരു. ഗുരു സാന്നിധ്യം. നമ്മളിപ്പോൾ എല്ലാവരും ഇരിക്കുന്നത് ഗുരു സാന്നിധ്യത്തിലാണ്. കാരണം ഗുരുവിൻ്റെ കടാക്ഷമില്ലാതെ, ഭഗവാന്റെ കടാക്ഷമില്ലാതെ ജീവിതത്തിൽ ഉന്നതി ഉണ്ടാവില്ല. കാരണം സത്സംഗത്തിലിരിക്കൂ എന്ന് എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളിലും, എല്ലാ ഉപനിഷത്തുകളും സത്സംഗമാണ്. ഗുരുവിനോടൊപ്പം ശിഷ്യൻ ചേർന്നിരുന്നപ്പോൾ ശിഷ്യന് പകർന്നു കിട്ടിയ മഹാജ്ഞാനം ആണ് ഉപനിഷത്ത്. ഗുരുവായിരിക്കുന്ന കൃഷ്ണ ഭഗവാനോട് ചേർന്നിരുന്നപ്പോൾ അർജുനന് പകർന്നു കിട്ടി ഭഗവത്ഗീത എന്ന മഹാജ്ഞാനം. ഗുരുവായിരിക്കുന്ന വസിഷ്ഠനോട് ചേർന്നിരുന്നപ്പോൾ ശ്രീരാമന് മുക്തി ലഭിച്ചു, യോഗ വസിഷ്ഠം. ജനക മഹാരാജാവ് ഗുരുവായിരിക്കുന്ന അഷ്ടവക്ര മുനിയോട് ചേർന്നിരുന്നപ്പോൾ, ആ സത്സംഗത്തിരുന്നപ്പോൾ കിട്ടി അഷ്ടവക്ര ഗീത എന്ന മഹാജ്ഞാനം. ഉദ്ധവര് ഗുരുവായിരിക്കുന്ന ഭഗവാനോട്, കൃഷ്ണ ഭഗവാനോട് ചേർന്നിരുന്നപ്പോൾ കിട്ടി ഉദ്ധവ ഗീത എന്ന മഹാജ്ഞാനം. അപ്പൊ നമുക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീമദ് ഭഗവത്ഗീത എന്ന ജ്ഞാനം. കാരണം എന്താ? ഗുരുവിൻ്റെ സാന്നിധ്യത്തിലാണ് ഓരോരുത്തരും. സത്സംഗത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഒരു കഥയുണ്ട്. ആ കഥയിലൂടെ നമുക്ക് ഇന്നത്തെ യജ്ഞം ആരംഭിക്കാം. കഥയിൽ ഈ സത്സംഗം, ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഭാഗവതത്തിലെ കഥയാണ്. സത്സംഗം എന്താണെന്ന് നാരദൻ മഹാമുനിയാണ്. അദ്ദേഹം എൻലൈറ്റൻഡ് ആണ്. അദ്ദേഹത്തിന് ഒരു കഴിവുണ്ട്. എന്താ? എല്ലാ ലോകങ്ങളിലും സഞ്ചരിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നാരദനുണ്ട്. അപ്പൊ ഇദ്ദേഹം വൈകുണ്ഠത്തിൽ എത്തണം. വൈകുണ്ഠത്തിൽ ആരായിരിക്കുന്നത്? വൈകുണ്ഠത്തില് മഹാവിഷ്ണു, നാരായണൻ, സാക്ഷാൽ നാരായണൻ. നാരായണൻ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുകയാണ് നാരദൻ, ഭഗവാന് ഈ സത്സംഗത്തിന്റെ പ്രാധാന്യം എന്താ ജീവിതത്തിൽ എന്ന് ചോദിച്ചു. സത്സംഗത്തിന്റെ. അപ്പൊ നാരായണൻ പറഞ്ഞു, നീ ഈ ചോദ്യം നീ എന്നോടല്ല ചോദിക്കേണ്ടത്. എത്ര നീ കഥ കേട്ടിട്ടുണ്ട്? നന്നായി. എന്നാ പിന്നെ എല്ലാവരും ആദ്യമായിട്ട് കേൾക്കുന്ന ഭാഗത്ത് കേൾക്കൂലോ. പല വേദിയിലും കുറെ പേര് കൈ ഉയർത്തും. ഞാൻ പറയും, എന്നാ കഥ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ ഇരിക്കൂട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ അടുത്തെന്താണെന്നറിയാമെന്ന് അടുത്തുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ കേട്ടോളൂ. അപ്പൊ രസ ഈ കഥ. അപ്പം നാരദൻ ചോദിച്ചു, എന്താണ് സത്സംഗം? അപ്പൊ നാരായണൻ പറഞ്ഞു, ഞാനത് പറഞ്ഞുതരാം. നീ ഭൂമിയിലേക്ക് ചെന്നിട്ട് അവിടെ സുമേരു പർവ്വതത്തിന്റെ വലതുവശത്ത് ഒരു മഹാ ആല് നിൽക്കുന്നുണ്ട്. ആ ആലിന്റെ ഏറ്റവും മുകളിൽ, ശിഖരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു ഇലയില് ഒരു പുഴു ഇരിക്കുന്നുണ്ട്. ഒരു പുഴു. ഈ പുഴുവിനോട് പോയി ചോദിക്കൂ, എന്താണ് സത്സംഗം എന്ന്. അത് നാരദർക്ക് അത്ഭുതം. പുഴുവിനോടോ? സാക്ഷാൽ നാരായണൻ വരണ പുഴുവിനോട് പോയി ചോദിക്കുക. പക്ഷെ നാരായണനെ എതിർക്കില്ല. കാരണം ഗുരുവാണ്. നാരദർക്ക് ബോധമുണ്ട് ഗുരുവിനെ എതിർക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് നേരെ ഭൂമിയിലേക്ക് ചെന്നു. ഈ സുമേരു പർവ്വതത്തിന്റെ വശത്തുള്ള ഈ ആലിൽ ചെന്നിട്ട് നോക്കിയപ്പോൾ കണ്ടു ഒരു ചെറിയൊരു കുഞ്ഞു പുഴു ഇരിക്കുന്നുണ്ട്. അപ്പൊ പുഴുവിന്റെ അടുക്കൽ ചെന്നിട്ട് നാരദൻ ചോദിച്ചു, പുഴു, എന്താ സത്സംഗം? നാരായണൻ പറഞ്ഞിട്ട് വരുന്നെന്ന് പറഞ്ഞു. ഈ കേട്ടപ്പോ തന്നെ ഈ പുഴു മോളിന്ന് ചത്തു മലച്ച് താഴെ വീണു. അപ്പൊ തന്നെ ജീവൻ പോയി. പുഴുവിന്റെ നിലത്ത് വീണു. ഇത് കണ്ടപ്പോ തന്നെ നാരദർക്ക് പേടിയായി പോയി. എന്താ ഇപ്പൊ ഞാൻ ചെയ്തത്? ഞാൻ ചോദിച്ചത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അത് എന്താ ഇപ്പൊ സംഭവിച്ചു? ഒന്നും അറിയില്ല. ഓടിപ്പടിച്ച് നേരെ വീണ്ടും വൈകുണ്ഠത്തിൽ എത്തിയിട്ട് പറഞ്ഞു, ഭഗവാനെ, ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. ഞാൻ പോയി ചോദിച്ചു, പുഴുവിനോട് ചോദിച്ചു. പക്ഷെ അപ്പൊ പുഴു ചത്ത് നിലത്ത് വീണു. അപ്പൊ ഭഗവാൻ ചിരിച്ചു. സാരമില്ല. ഇപ്പോ ഈ സമയത്ത് ഭൂമിയില് കപില മഹാമുനിയുടെ ഈ തൊഴുത്തുണ്ടല്ലോ, അവിടെ തൊഴുത്തുണ്ട്. തൊഴുത്തില് പശു ഇപ്പൊ പ്രസവിക്കും. ആ പ്രസവിക്കുന്ന കുട്ടിയുടെ കിടാവ്, പശുക്കിടാവിന്റെ ചെവിയിൽ പോയി നിന്ന് ചോദിക്കണം, എന്താണ് സത്സംഗം? അപ്പൊ നാരദർക്ക് ഉള്ളിൽ അത്ഭുതമുണ്ട്, പേടിയുണ്ട്, എന്താ അടുത്ത് സംഭവിക്കാൻ പോണെന്ന് അറിയില്ല. അപ്പൊ നേരെ എന്നാ പിന്നെ ചോദിച്ചേക്കാം. അവിടെ എതിർത്തില്ല, ഗുരുവിനെ എതിർത്തില്ല. അതാണ് നാരദരുടെ ക്വാളിറ്റി. നേരെ ചെന്നു. എവിടെ? കപില മഹർഷിയുടെ
അദ്ദേഹത്തിന്റെ ഭവനത്തില് തൊഴുത്തിൽ ചെന്നപ്പോൾ നാരദർ എത്തിയപ്പോൾ തന്നെയാണ് ഈ പ്രസവം നടന്നുകൊണ്ടിരിക്കുക. അപ്പം അവിടെ ആശ്രമത്തിലെ അന്തേവാസികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ആദ്യമായിട്ട കുട്ടി ഉണ്ടാവണം കേട്ടോ, ആ പശുവിന് ആദ്യമായിട്ട കുട്ടി ഉണ്ട്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുകയാണ് ആ കുട്ടിയുടെ ഒരു കരച്ചിൽ കേട്ട് അതിന്റെ ഓടിക്കളിക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുക. നാരദർക്കുള്ളിൽ ടെൻഷനൊക്കെ ഉണ്ട്, എന്നാലും ആ പശു വരട്ടെ. അങ്ങനെ കിടാവ് ജനിച്ച് അതിങ്ങനെ ആദ്യമായിട്ട് അതിന്റെ ശ്വാസം അകത്തേക്ക് എടുത്ത് അതിന്റെ ഒച്ചയൊക്കെ പുറത്തേക്ക് വന്ന് 4 കാലിൽ നിൽക്കുന്ന സമയത്ത് നാരദർ അടുത്തേക്ക് ചെന്നു. കിടാവിന്റെ ചെവി പോയി ചോദിച്ചു, കിടാവേ, ഞാൻ നാരായണം പറഞ്ഞിട്ട് വരുന്നതാണ്, സത്സംഗം എന്താന്ന് ചോദിച്ചു. എന്തുപറ്റി? കിടാവ് അപ്പൊ തന്നെ ചത്തു വീണു. അവിടെ കൂട്ടം നിലവിളി, ആശ്രമം ഫുള്ള് കൂട്ടും. കാരണം വളരെ കാലം കൊണ്ട് ഒരു കുട്ടി ഉണ്ടായതാ. അപ്പൊ തന്നെ നിലവിളിയായി, വിഷമായി, എല്ലാരും കരയുന്നു. കിടാവിന്റെ അപ്പൊ തന്നെ കണ്ണ് മേലോട്ടായി നിലത്ത് വീണ്. അപ്പൊ നാരദർക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. കാരണം ഈ ദുഃഖത്തിന്റെ ഒക്കെ കാരണം ആരാ? നാരദരുടെ ഒറ്റ ചോദ്യമാണ്, അപ്പൊ ഭഗവാൻ എന്നെ കൊണ്ട് എന്തൊക്കെ കർമ്മങ്ങളെ ജയിച്ചുകൊണ്ടിരിക്കണേ, ഇതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ട് എന്തായാലും പറ്റില്ല എന്ന് കേട്ട് നേരെ വൈകുണ്ഠത്തിലേക്ക് എത്തി. പറഞ്ഞു, ഭഗവാനെ ഇത് ശരിയാവില്ല കേട്ടോ, ഒന്നല്ലെങ്കിൽ അങ്ങ് ഉത്തരം പറ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് കേൾക്കണ്ട. കാരണം ഇത്രയും വലിയ കർമ്മമൊന്നും സ്വീകരിക്കാനുള്ള താങ്ങാനുള്ള ശക്തിയൊന്നും എനിക്കില്ല, എനിക്കിനി വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നാരദരെ സാരില്ല, നീ നമ്മുടെ കാശി മഹാരാജ്യം ഭരിക്കുന്ന ജനക മഹാരാജാവിന് ഇന്നൊരു കുട്ടി ജനിക്കും, ഒരു ആൺകുട്ടി ജനിക്കും. ആ കുട്ടിയെ അടുത്ത് പോയി ചോദിക്കൂ എന്താണ് സത്സംഗം എന്ന്. ഇത് കേട്ടപ്പം നാരദർക്ക് മനസ്സിലായി, മഹാരാജാവിന്റെ അടുത്ത തല പോണ കേസാ, എന്നെ കൊന്നിട്ട് ഇങ്ങനെ അടങ്ങുള്ളൂ. എന്താ കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുട്ടി ചത്തു. നാരദയുടെ ഉള്ളിലുള്ള ഒരു ഭാവനയാണ്. കാരണം എന്താ, ആദ്യം ചോദിച്ചാൽ പുഴുവും ചത്തു, പശുക്കിടാവും ചത്തു. ഇനി മഹാരാജാവിന്റെ കുഞ്ഞിനെയും കൂടെ കൊല്ലിക്കാനുള്ള പുറപ്പാട് ഇങ്ങനെ. ഞാൻ പോവില്ലെന്ന് പറഞ്ഞു. മഹർഷനും പോയി പറയുന്നു പറഞ്ഞു. നാരദര് ഗുരു പറഞ്ഞു, എതിർത്തില്ല, നേരെ പോയി. അങ്ങനെ കാശി വിറച്ചാട്ടോ നാരദർ ചെല്ലണത്. കാരണം വരാൻ പോകുന്നത് എന്താന്ന് ഇദ്ദേഹത്തിന് അറിയാം. പേടിച്ച് ചെല്ലുന്നു. ചെന്നപ്പോ അവിടെ രാജ്യം മുഴുവനും ആനന്ദത്തില്ല. കാരണം മഹാറാണിക്ക് കുഞ്ഞുണ്ടാകാൻ പോവാണ്. അത് ഏത് കാശി മഹാരാജ്യത്തിന്റെ അടുത്ത അനന്തരാവകാശി ജനിക്കാൻ പോകുന്ന ശ്രേഷ്ഠമായ നിമിഷം. അപ്പം എല്ലാം രാജ്യം മുഴുവനും കൊട്ടും പാട്ടും. ആ സമയത്താണ് നാരദരെ വീണയും പിടിച്ച് വിറച്ച് കയറിച്ചില്ല എങ്ങോട്ട് അന്തപുരത്തിലേക്ക് കയറിച്ചപ്പോൾ നാരദർക്കാർക്കും കാണാൻ പറ്റില്ലല്ലോ, അതൊന്നും തന്നെ കുഴപ്പമില്ല. അപ്പം നോക്കുമ്പോൾ മഹാറാണി കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്ന സമയമാണ്. കുഞ്ഞിങ്ങനെ കരയുന്ന നിമിഷമാണ്. അപ്പം നാരദർക്ക് ചോദിക്കണോ വേണ്ടയോ, ഇനി ഇവരുടെ ദുഃഖം കൂടെ കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ ഭഗവാൻ പറഞ്ഞു ചോദിച്ചേക്കാം. നേരെ പോയി കുഞ്ഞിന്റെ ചെവിയിൽ പോയി ചോദിച്ചു. വിറയ്ക്കുക നാരദ സൗണ്ട്. കുഞ്ഞ് എന്നോട് പൊറുക്കണം, പക്ഷെ ഭഗവാൻ പറഞ്ഞു വിട്ടുകൊണ്ട് ഞാൻ ഇപ്പൊ ചോദിക്കണത് സത്സംഗം എന്താന്ന് ചോദിച്ചു. അപ്പൊ ആ മൊമെന്റില് ഈ കുഞ്ഞ് കരച്ചിൽ നിർത്തിയിട്ട് നാരദരോട് പറയാണ്, നാരദരെ, എൻ്റെ മുൻ ജന്മത്തിൽ ഞാനൊരു പുഴുവായിരുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട്, അങ്ങ് എൻ്റെ അടുക്കലെത്തിയ ആ സത്സംഗം കൊണ്ട് എനിക്ക് ആ ജന്മത്തിൽ നിന്ന് മോക്ഷം കിട്ടി. ഞാൻ കപില മഹാഋഷിയുടെ ആ ഭവനത്തില് ഒരു പശുക്കിടാവായിട്ട് ജനിച്ചു. വീണ്ടും അങ്ങ് എൻ്റെ അടുക്കലെത്തി. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട്, അങ്ങയുടെ സത്സംഗം കൊണ്ട് ഞാൻ കാശി മഹാരാജാവിന്റെ പുത്രനായിട്ട് ജനിച്ചു. ഇതാണ് ഭഗവാനെ, ഇതാണ് മഹർഷി സത്സംഗം. എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങള്, ജന്മങ്ങള് എടുത്തിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടണത്. ആ പുഴുവായിരുന്ന ജന്മത്തിന് ഒരൊറ്റയടിക്ക് സത്സംഗം കൊണ്ട് എവിടെ എത്തിച്ചേരാൻ പറ്റി? മനുഷ്യ ജന്മത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റി. മോക്ഷം പ്രാപ്യമാകുന്ന അവസ്ഥ അദ്ദേഹത്തിന് പ്രാപ്യമായ ആത്മാവിന്. ഇതാണ് സത്സംഗത്തിന്റെ പ്രാധാന്യം. അപ്പോ ഇവിടെ പുഴുവും കിടാവും ആയിട്ട് ഒരുപാട് ജന്മങ്ങൾ നമ്മളെല്ലാവരും ജനിച്ച് മരിച്ചിട്ടുണ്ട് ഈ ഭൂമിയില്. ഒരു ജന്മം ഇപ്പോൾ കിട്ടി, മഹാജാനത്തിനോടൊപ്പം ഇരിക്കാനുള്ള ഒരവസരം. അപ്പൊ ഈ ജന്മമല്ലേ മോക്ഷം? ആണോ? വാട്ട് ഈസ് മോക്ഷ? എന്ത് ചെയ്യണം മോക്ഷത്തിന് വേണ്ടിയിട്ട്? ഈ ജന്മത്തിൽ ഏത് കർമ്മം നിർവഹിക്കണം? അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മയോഗം. അധ്യായം 2 സാഖ്യയോഗത്തിന്റെ അടുത്ത ഭാഗമാണ് കർമ്മയോഗം. അപ്പോ ആ കർമ്മയോഗമാണ് ഇന്ന് യജ്ഞമായിട്ട് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കാൻ പോകുന്നത്. പലപ്പോഴും പല യജ്ഞങ്ങളിലും ഈ കർമ്മയോഗം കേൾക്കാൻ ചിലർക്ക് ഭാഗ്യം ലഭിക്കാറില്ല. എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അവർക്ക് വരാൻ പറ്റാതായിട്ട് വരും. ഒരു യോഗമാണ് ഈ മഹാജ്ഞാനത്തില് 4ാമത്തെ ദിനം പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത്. കാരണം ബാക്കി എല്ലാ ദിവസങ്ങളും നമ്മൾ തിയറിറ്റിക്കലി, അതായത് അറിവ് മാത്രം നേടുമ്പോൾ, ഈ ദിവസമാണ് ഭഗവാൻ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, ഇന്നത്തെ ദിവസം
എത്ര പേര് വരില്ലായിരിക്കാം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. കാരണം അതങ്ങനെയാണ്. ചില യോഗം സംഭവിച്ചാൽ ഈ 4-ാം ദിനത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഭാഗ്യത്തിനോട് ആരോട് നന്ദി പറയണം? ആരോട് നന്ദി പറയും? ആരോടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ജന്മം കിട്ടി ഗുരുവിനോടൊപ്പം ചേർന്നിരിക്കാൻ. അതിന് നന്ദിയോടൊപ്പം നമുക്ക് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 39 ചാൻഡ് ചെയ്യുക. ഇന്നലെ 39 വരെയായിരുന്നു. എന്നിട്ട് 40ലേക്ക് കടക്കാം. 39 ചാൻഡ് ചെയ്യുക, എന്നിട്ട് അർത്ഥം പറഞ്ഞ് 4-ാമത്തേലേക്ക് വന്ന് അതിന്റെ വാക്യാർത്ഥം പറയാം. അപ്പൊ ഭഗവത്ഗീത കയ്യിലുള്ളവർ കയ്യിലെടുത്തോളൂ. ഇല്ലാത്തവർ കണ്ണുകളടച്ച് ആ പാരായണത്തോടൊപ്പം ഇരിക്കണം. യേഷാധേഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഇതുവരെ നിനക്ക് ഉപദേശിച്ചത് സാഖ്യയോഗമാകുന്നു. ഇനി കർമ്മയോഗത്തെക്കുറിച്ച് കേൾക്കുക. ഹേ പാർത്ഥ, ഇതറിഞ്ഞാൽ കർമ്മബന്ധനം നിനക്ക് ഒഴിവാക്കാൻ സാധിക്കും. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാ. കർമ്മയോഗ ഭാവനയോടെ ചെയ്ത പ്രവൃത്തികൾ നിഷ്ഫലമാവുകയില്ല. ആരംഭിച്ചു നിർത്തിയാലും ദോഷം വരില്ല. സ്വൽപ്പം ആചരിച്ചാൽ പോലും മഹത്തായ സംസാര ഭയത്തിൽ നിന്ന് രക്ഷിക്കും. കണ്ണുകളടച്ച് ദീർഘമായൊരു ശ്വാസം അകത്തേക്ക് എടുക്കൂ. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. ഭഗവാൻ പറയുന്നു, അർജുന, ഇനി നിനക്ക് ഞാൻ കർമ്മയോഗം പറഞ്ഞുതരാം. കർമ്മയോഗം എന്നാൽ എങ്ങനെ ജീവിതത്തിൽ കർമ്മം ചെയ്യണം, ഏത് ഭാവത്തിൽ ചെയ്യണം. ഈ കർമ്മയോഗ ഭാവനയില് ഭഗവാന്റെ വാക്കുകളാണ്, സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ. ഈ ധർമ്മത്തില് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ, ഈ ഭാവനയോടൊപ്പം കുറച്ചെങ്കിലും കർമ്മം ചെയ്യാൻ പറ്റുമെങ്കിൽ, അതുപോലും മഹാസംസാരമാകുന്ന ഭയത്തിൽ നിന്നും നിനക്ക് മോചനം നൽകും. സംസാരത്തെ ഭയമെന്ന വിശേഷിപ്പിക്കുന്ന ഭഗവാൻ. കാരണം എന്താ? സംസാരത്തെ ഒന്ന് ആലോചിക്കുക. നിങ്ങളെ ഈ ജയന്റ് വീല് ഇവിടെ എന്താ ജയന്റ് വീൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മേളക്കൊക്കെ പോകുമ്പോൾ വലിയ ആകാശ ചക്രം അല്ല, വലിയ ചക്രം ഉണ്ടല്ലോ, ആ തൊട്ടിയിൽ കയറുന്നിട്ട് ഇങ്ങനെ കറങ്ങൂലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ തൊട്ടിയിൽ ഇങ്ങനെ ഇരിക്കുക നിങ്ങൾ. ഇതിങ്ങനെ കറക്കൽ ഇങ്ങനെ തുടങ്ങി, ഈ കറക്കൽ തുടങ്ങിയിട്ട് ഇങ്ങനെ വളരെ വേഗത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുറത്തിറങ്ങാനും പറ്റില്ല. നിങ്ങൾ അവിടെ നിലവിളിച്ചുകൊണ്ടിരിക്കണോ, എന്നാൽ നിർത്താനും അറിയാൻ പാടില്ല. ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ മേളയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റുള്ളിൽ താഴെ ഇറങ്ങാം. പക്ഷേ ഇത് നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഇറങ്ങാൻ പറ്റില്ല അവിടെ നിന്ന്. ആലോചിച്ച് നോക്കൂ. അതാണ് സംസാരം എന്ന് പറയണത്. 5 മിനിറ്റുകൾ മേളയില് ഇത് ജന്മങ്ങളായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ചക്രത്തില്. ഭയമാണ്. ജീവിതത്തിലെ ഓരോ അനുഭവവും നമുക്ക് സുഖം നൽകുന്നുണ്ട് എന്ന് നമുക്കൊരു ഭാവനയുണ്ട്. പക്ഷെ അത് സെയിം കാര്യം തന്നെ നമ്മൾ ദുഃഖത്തിലേക്ക് എത്തിക്കും, ഭയത്തിലേക്ക് എത്തിക്കുന്നു. ഇതിങ്ങനെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക ജീവിതത്തിലല്ല, ജന്മങ്ങളിലൂടെ ഇങ്ങനെ കടന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഈ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അകത്തിരിക്കുകയാണ്. ഇതിന്ന് പുറത്തിറങ്ങാനും അറിയാൻ പാടില്ല, നിർത്താനും അറിയില്ല. ഇങ്ങനെ ഭയത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഭഗവാൻ പറയുന്നു, ആ ചക്രത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാം, ആ മഹാഭയത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇനി നീ കേൾക്കാൻ പോകുന്ന ഈ ധർമ്മത്തിന്റെ, ഈ കർമ്മയോഗത്തിന്റെ കുറച്ചെങ്കിലും ആചരിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ നിന്റെ എല്ലാ ഡൗട്ടുകളും മാറും. കോൺഫിഡൻ്റ് ആയിട്ട് ജീവിതത്തിൽ മുന്നേറാൻ പറ്റും. ഇപ്രകാരം ജീവിച്ചാൽ. ഇത് കേട്ടപ്പോൾ തന്നെ അർജുനന്റെ എല്ലാ ഭയവും പോയി. അത് വേറൊരു ഭാവം. ആ സ്വൽപ്പം അഭ്യാസ ധർമ്മസ്യ, കുറച്ചെങ്കിലും ആചരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്താന്ന് കേൾക്കാം. കർമ്മയോഗം 41ാമത്തെ ശ്ലോകം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കേൾക്കാം. വ്യവസായാത്മികാ ബുദ്ധി ഏകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്ദാച്ഛ
ബുദ്ധയോ വ്യവസായിന. ഹേ അർജുന, ഈ മാർഗത്തിൽ ദൃഢനിശ്ചയത്തോടു കൂടിയ ഒരേ ഒരു ബുദ്ധിയേ ഉള്ളൂ. ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയോ ബഹുവിധവും അവസാനമില്ലാത്തതുമാകുന്നു. കണ്ണുകളടച്ച് ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കൂ. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. ഭഗവാൻ പറയുന്നു, വ്യവസായാത്മിക ബുദ്ധി. വ്യവസായാത്മിക ബുദ്ധി, അതായത് നിരന്തരം എല്ലായിടത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ബുദ്ധി. അത് ബഹുശാഖയാണെങ്കിൽ, അതായത് എല്ലാത്തിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ, ജീവിതത്തിൽ ചിട്ട ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുക? ഒരിക്കലും ആ കർമ്മയോഗത്തിൽ അല്ലെങ്കിൽ ഭഗവാൻ ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്ന ആ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പൊ ആദ്യം നിന്റെ ബുദ്ധി എങ്ങനെയായിരിക്കണം? ആദ്യം നിന്റെ ബുദ്ധി വൺ പോയിന്റഡ് ഫോക്കസ്ഡ് ആയിരിക്കണം, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ നിയമം. ഈ കർമ്മയോഗം ആചരിക്കുമ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ ഡിസിപ്ലിൻ വേണം ജീവിതത്തിൽ. ഇതിന് പതഞ്ജലി യോഗസൂത്രയിൽ ആദ്യത്തെ വാചകം തന്നെ അധ യോഗ അനുശാസനം. അനുശാസനം, ശാസ്ത്രം എന്ന് വെച്ചാൽ എന്താ? റൂൾ. അനു എന്ന് വെച്ചാൽ എന്താ? അനുശാസ്ത്രം എന്ന് വെച്ചാൽ സെൽഫ് ഡിസിപ്ലിൻ. സ്വയം ഡിസിപ്ലിൻഡ് ആവാൻ പറ്റണം നമുക്ക്. സ്വയം ഡിസിപ്ലിൻ. ആരും നിങ്ങളെ ജീവിതത്തിൽ എക്കാലവും ഇത് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാവുമോ എപ്പോഴെങ്കിലും? ഇല്ല. നമുക്ക് വേണമെങ്കിൽ അത് ധിക്കരിച്ചും ജീവിക്കാം, അനുസരിച്ചും ജീവിക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ് തന്നെയാണ്. പക്ഷേ ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്നുവെച്ചാൽ നിങ്ങളുടെ ബുദ്ധി ബഹുശാഖയാണെങ്കിൽ, എല്ലായിടത്തും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ബുദ്ധിയാണെങ്കിലും ഒരെണ്ണം കേൾക്കുമ്പോൾ അതിന്റെ പുറകെ പോകും. അതിനെ ഗുരുദേവൻ എന്ന് വിളിക്കണം എന്നറിയോ? അതായത് ചില ആൾക്കാരുണ്ട്, അവർ ഇവിടെയും പോകും അവിടെയും പോകും. ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് ഇവിടെ കാരിക്കോടമ്പലം, അത് രസമാണ്. അവിടെ കാരിക്കോടമ്പലത്തിൽ എന്തൊക്കെയുണ്ട്? അവിടെ 1 ഗണപതി കോവിലുണ്ട്, 2 അവിടെ ദേവിയുടെ കോവിലുണ്ട്, 3 അണ്ണാമലനാഥർ ശിവക്ഷേത്രമുണ്ട്. അപ്പൊ ഞാൻ ഈ ഗണപതി കോവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ തൊട്ടടുത്തൊരു ചേച്ചിയുണ്ട്. അപ്പൊ ചേച്ചി എന്നിട്ട് പ്രാർത്ഥിക്കാൻ നോക്കുക. അയ്യോ സമയം 8 മണി ആകാറേ, ഇനി ദേവീനെയും കാണണം ഭഗവാനെയും കാണണം, ദൈവമേ ഇവരെ കാണാതെ പോയി കഴിഞ്ഞാൽ ഗണപതി ഞാൻ ഇപ്പൊ തന്നെ വരാമേ എന്ന് പറഞ്ഞിട്ട് പോവാ. ദേവീനെ കണ്ടില്ലെങ്കിൽ ശിവനെ കണ്ടില്ലെങ്കിൽ ദിവസം പോവും. പക്ഷെ മുമ്പിൽ നിൽക്കുന്ന ആളെ മനസ്സിലാവണമില്ല. ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ. പക്ഷെ ചിന്തിക്കണം എന്താണെന്നറിയോ? ദേവീനെയും ഇത് കാണണ്ടെന്നല്ല പറഞ്ഞു. പക്ഷെ ബുദ്ധി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ. അയ്യോ ഇനി ഇടവെട്ടിയിലും പോകണം, കാഞ്ഞിരവട്ടത്തും പോകണം. ചില ആൾക്കാർ രാവിലെ ശനിയാഴ്ച ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, 4 മണിക്ക് ഇറങ്ങും. എൻ്റെ തൊടുപുഴകൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ട് വന്ന് വീട്ടിൽ ഇങ്ങനെ ഇരിക്കും. ഓ ഇന്നെന്തോ കിട്ടി ഇങ്ങനെ. അതാണ് ബഹുശാഖ എന്ന് പറഞ്ഞത്. പക്ഷെ തത്വത്തെ അറിയുന്നില്ല. ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ പരതി ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. എവിടെയാണ് ആ തത്വത്തെ മനസ്സിലാക്കണം എന്ന് പോലും അറിയില്ല. ഓട്ടം തന്നെയാണ് ഇവർ ജീവിതത്തിൽ മുഴുവനും. ഇങ്ങനെ ഇവർ ഓടിക്കൊണ്ടിരിക്കും. ഇതാണ് ബഹുശാഖ ബുദ്ധി. ഒരംശം മതി മനസ്സിലാക്കാൻ, ഒരംശം. ഭഗവാൻ ഇരിക്കുന്ന എവിടെയാ? ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, എന്നിലും ഉണ്ട്. ആ എന്നിലേക്ക് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചുറ്റുമുള്ളതിൽ നോക്കി നടന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് പോവാ. അയ്യോ ഇനി ദേവീനെ കണ്ടില്ലെങ്കിൽ ദേവി എന്നോട് കോപിക്കും. കഴിഞ്ഞ ദിവസം ദേവീനെ കണ്ടില്ലായിരുന്നു, അതുകൊണ്ട് ആ ദിവസം മൊത്തം പോക്കാറ്. ഈ ദേവീനെ കാണാതെ പോയി കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ചാണ് ക്ഷേത്രത്തിൽ കയറുന്നത്. ആ നേരം തിരുമേനി എങ്ങാനും നോക്കാതെ പോയി കഴിഞ്ഞാൽ തിരുമേനി ഇങ്ങനെ നോക്കിയിട്ടില്ല, അപ്പൊ എന്തോ പ്രശ്നം വരാനുണ്ട്. ഇങ്ങനെ അടുത്ത ബുദ്ധി അങ്ങനെയായി. ഇതാണ് ബഹുശാഖ ബുദ്ധി. എന്താണ് ചെയ്യണം എന്നറിയില്ല, ഇങ്ങനെ പരതി പോയിക്കൊണ്ടിരിക്കും ബുദ്ധി മുഴുവനും. ഭഗവാൻ പറയുന്നു സെൽഫ് ഡിസിപ്ലിൻ. ബുദ്ധി എങ്ങനെയായിരിക്കണം? ഏക വ്യവസായാത്മിക, ഏക ബുദ്ധി. ഒന്നിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കണം. ആ ഒന്നെന്താ ഇവിടെ ഉണ്ട്. യു ആർ ദാറ്റ് തത്വമസി. അഹം ബ്രഹ്മാസ്മി. ഇതൊക്കെ ഈ അഹം ബ്രഹ്മാസ്മി തത്വമസി തന്നെയാണ് സകല വേദങ്ങളും, സകല ഉപനിഷത്തുക്കളും, സകല നോളജും. പക്ഷെ ആ തത്വത്തെ അറിയാത്തത് കൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ പരതി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ പറയുന്നു വൺ പോയിന്റ്. എവിടെ? നിന്റെ ഉള്ളിലേക്ക് ആ ഫോക്കസ് കൊണ്ടുപോവാ. നിന്റെ ഉള്ളിലേക്ക് നിന്റെ ശ്രദ്ധ കൊണ്ടുപോവാ. ആത്മാവിലേക്ക് ശ്രദ്ധ കൊടുക്കുക. അല്ലാതെ ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നവർക്ക് ശ്രദ്ധ കൊടുക്കാതെ, അതിന്റെ പുറകെ പോവാതെ, സന്തോഷത്തെ തേടിക്കൊണ്ട് ലോകം മുഴുവൻ അലഞ്ഞ് തിരിയാതെ, നിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരമാനന്ദത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവാ അർജുന. അതിലൊരു ഫോക്കസ് വേണം. ബുദ്ധി ദൃഢമായിരിക്കണം. ബുദ്ധി ഇല്ലാത്തവര് ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ പരതിക്കൊണ്ടേയിരിക്കും. ഇവരിങ്ങനെ ഓട്ടപ്പാച്ചിലായിരിക്കും ജീവിതം മുഴുവനും. ഒരൊറ്റ ഫോക്കസ്, ദൃഢനിശ്ചയത്തോടെ ആ ഒരു വ്യവസായാത്മിക ബുദ്ധി, ഏക ബുദ്ധിയോടൊപ്പം നിന്നിലേക്ക് ശ്രദ്ധിക്കുക അർജുന. ദൃഢബുദ്ധി വേണം അതിന്. ഉള്ളിലേക്ക് ശ്രദ്ധിക്കണമെങ്കിൽ ദൃഢമായ ബുദ്ധി. 42-ാമത്തെ ശ്ലോകം.
42, 43, 44 അത് ഒരുമിച്ച് നമുക്ക് വായിക്കാം കേട്ടോ, 3 ശ്ലോകങ്ങളും. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യ വിപശ്ചിതഃ വേദവാദരതാ പാർത്ഥ ജ്ഞാന്യതസ്തീതി വാദിനാ കാമാത്മാനാ സ്വർഗപരാ ജന്മകർമ്മ ഫലപ്രദാ ക്രിയാവിശേഷബഹുലാ ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധിഃ സമാധൗ ന വിധീയതേ. ഹേ പാർത്ഥ, വേദങ്ങളിലെ കർമ്മകാണ്ഡത്തിൽ വിവരിച്ചിട്ടുള്ള പൂവണിഞ്ഞ മരം പോലെ ആകർഷണീയമായ വാക്കുകളിൽ ആകൃഷ്ടരായി യാഗാദികളിലും സ്വർഗാദി ഫലങ്ങളിലും സുഖം കണ്ട് ഇതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല എന്ന് വാദിക്കുന്നവരും കാമസങ്കല്പങ്ങളിൽ മുഴുകിയവരും സ്വർഗം മാത്രമാണ് പരമലക്ഷ്യം എന്ന് കരുതുന്നവരും ജന്മകർമ്മങ്ങൾക്കിടയാകുന്ന ഭോഗം, ഐശ്വര്യം എന്നിവയെ ലക്ഷ്യമാക്കി പലവിധ ക്രിയകൾ നിർദ്ദേശിക്കുന്ന വേദവാക്യങ്ങളിൽ അപഹൃത ചിത്തരും അജ്ഞാനികളുമായ ലൗകികന്മാർക്ക് പരമാത്മാവിൽ ദൃഢനിശ്ചയത്തോടുകൂടിയ ആ ബുദ്ധി ഉറയ്ക്കുന്നില്ല. കണ്ണുകളടച്ച് ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുക്കാം. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. ഇനി ഭഗവാൻ പറയുന്നു, ഈ ദൃഢബുദ്ധി ആർക്കാ വരാത്തെന്നറിയോ? ഈ ശങ്കരാചാര്യര് വിരചിതമായിട്ടുള്ള വിവേക ചൂടാമണി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്, വിവേക ചൂടാമണി. അതിലെല്ലാം പറയുന്നുണ്ട് എവ്രിതിങ്. എങ്ങനെ ആയിരിക്കണം ശിഷ്യൻ, എങ്ങനെ ആയിരിക്കണം മുന്നോട്ട് പോവേണ്ടത്, എങ്ങനെ ആ ദൃഢമായ ബുദ്ധി എല്ലാം നേടാൻ പറ്റും, എങ്ങനെ മോക്ഷപ്രാപ്തി, എവ്രിതിങ് ഈസ് ദെയർ. വിവേക ചൂടാമണി. അതില് ശങ്കരാചാര്യർ പറയുന്ന ശിഷ്യന് വേണ്ട ക്വാളിറ്റി ഉണ്ട്. അതായത് ഈ ജ്ഞാനം കേൾക്കണമെങ്കിൽ, അറിയണമെങ്കിൽ 4 ക്വാളിറ്റീസ് ഉണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിട്ട് ശങ്കരാചാര്യർ പറയണതാണ് മുമുക്ഷുത്വം. മുമുക്ഷുത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മോക്ഷം വേണം എന്ന ഒരു ചിന്ത, ഒരു ആഗ്രഹം. അപ്പൊ മോക്ഷം എന്ന് വെച്ചാൽ എന്താ? മോക്ഷം മരണശേഷം വരുന്ന എന്തോ ഒന്നാണ് മോക്ഷം എന്ന് പറയണേ? അല്ല. മോക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രീഡം ഫ്രം എവ്രിതിങ്. ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം അന്വേഷിച്ചല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണേ. അത് ശരിക്കും ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ എവിടെയെങ്കിലും ഒരു കാര്യത്തിൽ ബന്ധനസ്ഥരാണെങ്കിൽ, അതെന്തോ ഏതെങ്കിലും ബന്ധത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വ്യക്തിയിലായിരിക്കാം, നിങ്ങൾ അവിടെ ബന്ധനസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മുക്തി വേണം, എങ്ങനെയെങ്കിലും ഇതൊന്ന് പുറത്ത് കടക്കണം. മോക്ഷം, ഫ്രീഡം എന്ന് പറയണത്. അപ്പം ഈ മോക്ഷം വേണം എന്നുള്ള ആഗ്രഹം, അതാണ് മുമുക്ഷുത്വം. അതാണ് ശിഷ്യന് വേണ്ട ക്വാളിറ്റി. ഈ ഒരു ബോധം ഉള്ളിലുണ്ടെങ്കിൽ ദൃഢനിശ്ചയത്തോടൊപ്പം ആത്മാവിനെ അറിയുന്ന കർമ്മത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുവരെ ഈ മോക്ഷം ഇല്ല, എന്നുവെച്ചാൽ മോക്ഷത്തിലേക്കുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ നമുക്കവിടെ എത്തിച്ചേരാൻ പറ്റില്ല. എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ഉള്ളില് എപ്പോഴും ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ ഓരോ നിമിഷവും നമ്മളിങ്ങനെ ആഗ്രഹത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കണേ. എത്ര പ്രായമായാലും ആഗ്രഹങ്ങൾക്കൊരു കുറവില്ല. ഭഗവാൻ പറയുന്നു അതിനെ കാമം എന്ന് വിളിക്കണത്. കാമം, ഈ കാമത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ദൃഢമായിട്ടുള്ള ബുദ്ധി ഉണ്ടാവില്ല. ഒന്ന് ഈ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയില്ല, എന്നതുപോലെ നമ്മളിങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഐസിയിൽ കിടക്കുവാണ്. ഒരു കഥ തന്നെയുണ്ട്. അതായത് അപ്പൂപ്പൻ പ്രായമായി പോകാറായി, അവിടെ കിടക്കാണ്. അപ്പൊ ആ കിടക്കുന്ന സമയത്താണ് നമ്മുടെ വക്കീല് വരും. വക്കീല് വന്നിട്ട് ചോദിക്കും, അതെ അപ്പ ഇത് എഴുതി കൊടുക്കണം എന്നാണ് മക്കൾ പറയണത്. ഏതാ മരണശേഷം ആർക്ക് കൊടുക്കണം എന്ന് അറിയാമല്ലോ, സ്വത്ത് മുഴുവനും. അപ്പൊ പറഞ്ഞു, നിക്ക് വക്കീലേ, ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല, അത് നമ്മുടെ കുടുംബ ജ്യോതിഷം ഒന്ന് കൊണ്ടുവന്നേ എന്ന് പറഞ്ഞു. അപ്പൻ ഓർത്തു ഈ മരിച്ചു പോകാൻ പോകണം. അപ്പൊ അതിന് മുമ്പ് വക്കീൽ ഓർത്തു അതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പോകാനായിരിക്കാന്ന് കരുതി. വക്കീലൂർ ശരി അപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിന്റെ വക്കീലിന് നമ്മുടെ ജ്യോതിഷനെ കൊണ്ടുവന്നു. അപ്പൊ ജ്യോതിഷോട് ചോദിച്ചു, അതെ ഒരു കാര്യം നോക്കി അറിയാൻ പറ്റുമോ? എന്താ അറിയേണ്ടത്? അത് അടുത്ത ജന്മം ഞാൻ എവിടെ ആയിരിക്കും? എന്തിനാ? അങ്ങനെയാണിപ്പോ നീ സ്വത്തും കൂടെ അങ്ങ് കൊണ്ടുപോകാലോ. അടുത്ത ജന്മം എവിടെയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ എഴുതി വെക്കാലോ, ഈ നാട്ടിലാണ് ഈ സ്ഥലത്താന്ന് അറിഞ്ഞു കഴിഞ്ഞാല്. മരണക്കിടക്കെ പോലും ആഗ്രഹങ്ങളാണ്.
ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് സമ്പാദിക്കാം. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പൊ കിടക്കുവാണെങ്കിൽ അടുത്ത ചിന്ത ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ തീരുന്നതേ ഇല്ല. നമ്മൾ എങ്ങനെ പണം ഉണ്ടാക്കാം, എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ പ്രശസ്തി നേടാം, ഈ ചിന്തയുടെ പുറകെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. നേടണം കാമത്തില. അങ്ങനെ നേടണം എന്ന ആഗ്രഹമാണെങ്കിൽ ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും പോയി പെടും. അതാണല്ലോ മറ്റേ പകുതി വിലയ്ക്ക് മറ്റേ സാധനം കിട്ടിക്കഴിഞ്ഞപ്പോ കോടികൾ എടുത്തും കൊണ്ടുപോയതായിരുന്നു. പൈസ എങ്ങനെയെങ്കിലും കുറച്ച് കൊടുത്ത് കൂടുതൽ നേടണം. ഇതാണ് നമ്മുടെ മലയാളികൾ മാത്രമല്ല എല്ലാവരുടെ അവസ്ഥ എന്നുള്ളത്. കുറച്ച് കൊടുത്തിട്ട് കൂടുതൽ നേടിക്കൊണ്ട് പോകണം. 10 രൂപ വന്നാൽ മതി, 3-ാമത്തെ മാസം 10 ലക്ഷമൊക്കെ തിരിച്ചുതരാം. അത്രയേ ഉള്ളൂ. ഒന്ന് എടുത്തോ, പിടിച്ചോ, കൊടുത്ത് പോയി. 10 രൂപ എല്ലാം പോയി. 10,000 എത്ര പേരുടെ പോയിട്ടുണ്ട്. ഇതാണ് ലോകത്തിന്റെ പ്രത്യേകത. കാമത്തിലെ പോയിക്കൊണ്ടിരിക്കണം. കാമം എന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ. ഇത് തീരുന്നതേ ഇല്ല. ഭഗവാൻ പറയണു, ആഗ്രഹങ്ങൾ നൈമിഷികല്ലേ? ആണോ? ഏതാഗ്രഹമാണ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്? 10ാം ക്ലാസ്സിലായിരുന്നപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് മാറി 20ാമത്തെ വയസ്സിൽ മറ്റൊരാഗ്രഹമായി. ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ. പക്ഷെ നമ്മൾ ഈ ആഗ്രഹത്തിന് മാത്രം ഇങ്ങനെ പിടിച്ചു കിടക്കും. എന്നിട്ട് അത് നേടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാകുമ്പോൾ കാമത്തിലാണ് ജീവിതമെങ്കിൽ ദുഃഖം മാത്രമായിരിക്കും ഫലം. കാരണം എന്താ? ഈ ആഗ്രഹങ്ങൾ ഉള്ളിലുള്ള വാസന എന്ന് പറയും. വാസന എന്താ? ഈ വാസന എന്ന് വെച്ചാൽ എന്താ? വാസന ഇംപ്രഷൻ. വാസന എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷനിങ് ആണ്. ഈ കണ്ടീഷനിങ്ങിന്റെ മലയാളം എന്ന് പറയുമ്പോൾ, അതായത് ഈ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് സത്യത്തിൽ കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബോധ മനസ്സെന്ന് പറയും. ഈ ബോധ മനസ്സിലാണ് നമ്മളെല്ലാം ഇങ്ങനെ ചിന്തിക്കണം, എല്ലാ ചിന്തകളും വരുന്ന ബോധ മനസ്സിലാവും. ഉപബോധ മനസ്സുണ്ട്. ഉപബോധ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ജീവിതത്തെ ഒരു 99% നിങ്ങളുടെ ജീവിതത്തിലെ ഈ ശരീരത്തെയും എല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഉപബോധ മനസ്സാണ്. അതായത് മനസ്സ് ഒരു 100% എടുത്തു കഴിഞ്ഞാൽ 99% എന്താണ്? ഉപബോധ മനസ്സാണ്. 1% മാത്രമേ ഉള്ളൂ ബോധ മനസ്സ്. ഈ ബോധ മനസ്സിലാണ് നമ്മൾ ചിന്തിക്കാനുള്ള സാധ്യത നമുക്കുള്ളൂ. എന്നാൽ ഉപബോധ മനസ്സാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉപബോധ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് വാസനകളാണ്. വാസന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാസനയാണ് നമ്മുടെ പൂർവ്വജന്മത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുത്തുകൊണ്ട് വരണത്. പൂർവ്വജന്മത്തിൽ നിന്നും. അതായത് ചില ആൾക്കാർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാടാനുള്ള കഴിവ് ജന്മനാൽ ലഭിക്കും. ചില കുട്ടികളൊക്കെ ഉണ്ട്, യൂട്യൂബിലൊക്കെ ഉണ്ട്, കുഞ്ഞു പ്രായമുള്ളൂ, പക്ഷെ അവരെ നന്നായിട്ട് പാടും, പിയാനോ വായിക്കും, അല്ലേ? അപ്പൊ നമുക്ക് ഇത് എവിടെ നിന്ന് കഴിവ് കിട്ടിയത്? പഠിച്ചിട്ടൊന്നുമല്ല. അതാണ് വാസന എന്ന് പറയുന്നത്. കഴിവിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ മോശമായിട്ടുള്ള ക്വാളിറ്റീസും വാസനയിലൂടെയാണ് വരുന്നത്. ഈ വാസന പൂർവ്വജന്മത്തിൽ നിന്ന് ആർജിച്ചെടുക്കും. നമ്മുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ആർജിച്ചെടുക്കും. നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അച്ഛൻ അമ്മ അവരുടെ സ്വഭാവമാണ്, അവരുടെ വാക്കുകളാണ്, അവരുടെ പ്രവൃത്തികളാണ് ഈ കുഞ്ഞെല്ലാം എടുക്കുന്നത്. ദെൻ അതൊരു ഹാബിറ്റായിട്ട് മാറും, മനസ്സിൽ പതിയും, അതിനനുസരിച്ച് അവൻ ജീവിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ വാസന ഒരു സമയത്ത് നിറയും നമ്മുടെ ഉള്ളില്. വാസന ഇപ്പൊ അത് ആഗ്രഹമായിട്ട് മാറും. അതായത് ഉള്ളില് ലഡു തിന്നണം എന്നുള്ള ആഗ്രഹം അത് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അതൊരു വാസനയായിട്ട് മാറും. എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, എന്നിട്ട് പിന്നെ ജീവിതകാലം ഷുഗർ വന്നാലും അവസരം മരണക്കിടക്ക് കിടന്നാലും ഉള്ളിൽ എന്താ കിടക്കണമെന്ന് അറിയോ? എനിക്ക് ലഡു വേണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം വാസന അത്രയും ശക്തമാണ്. ഈ വാസന ആണ് വൃത്തിയായിട്ട് മാറണം. വൃത്തി എന്ന് വെച്ചാൽ ചിന്ത. അതായത് ചിലപ്പം ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് ചിന്തകൾ വരില്ലേ? പെട്ടെന്ന് ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പെട്ടെന്ന് ചിന്തകളൊക്കെ വരും. എന്ന് വെച്ചാൽ നല്ല സ്വസ്ഥമായിട്ട് ഇരിക്കുമായിരിക്കും, ആ നിമിഷമായിരിക്കും മനസ്സിനകത്ത് ഒരു പെട്ടെന്നൊരു ചിന്ത വരും. എന്ത് ചിന്ത? ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത. അപ്പൊ തന്നെ ചെയ്ത ധ്യാനവും പോയി, സാധനയും പോയി, പ്രാർത്ഥനയും പോയി, എല്ലാം പോയി. മറ്റേ ശ്രീകോവിലിന്റെ മുന്നിൽ പോയി ഇരിക്കുമ്പോഴായിരിക്കും ആ ഒരു അനാവശ്യ ചിന്ത വരുന്നത് ഉള്ളില്. പോന്നൊക്കെ പറയും, കണ്ണടച്ചിട്ട് എപ്പോഴത്തെ പോവാൻ, അത് ഇങ്ങനെ നിറഞ്ഞിരിക്കും ഉള്ളില്. ചിന്ത പെട്ടെന്ന് വരും. എന്താ കാരണം എന്നറിയോ? ഈ വാസന വൃത്തിയായിട്ട് മാറും. വാസന വൃത്തി എന്ന് വെച്ചാൽ ചിന്തയായിട്ട് മാറും. ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വാസന ഏതാ നമുക്കറിയില്ല. അതിങ്ങനെ അനേകായിരങ്ങളുണ്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ, അനേകായിരങ്ങള്. അത് ഓരോ നിമിഷവും ഏത് വാസനയാണ് ചിന്തയായിട്ട് മാറണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ മൊമെന്റ് ഈ ചിന്ത അങ്ങോട്ട് കയറി വരും, വൃത്തിയായിട്ട് വരും. അപ്പോൾ ആ ചിന്തകളുടെ പുറകെ പോയി കഴിഞ്ഞാലോ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ? ചിന്തകളുടെ പുറകെ പോയി കഴിഞ്ഞാല് ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുന്നല്ലേ. ഈ ചിന്തകളുടെ പുറകെ പോയി കഴിഞ്ഞാലോ ചിന്തകൾ എപ്പോഴും കാമായിരിക്കും. എന്തെങ്കിലും നമ്മളെ ജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ആഗ്രഹം, അല്ലെങ്കിൽ എന്തെങ്കിലും ആധികള്, ഇതൊക്കെയാണ് നമ്മുടെ വൃത്തികൾ, ചിന്തകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചിന്തകളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കേ, ഒരുപാട് ഭയപ്പെടുത്തുന്ന ചിന്തകൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിട്ടില്ലേ? ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഭയങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? ഗുരുദേവൻ എന്താ പറയണമെന്ന് അറിയോ? ഈ 90% നിങ്ങളുടെ ഭയങ്ങള്, കുറെ ആകുലതകളുണ്ടല്ലോ, അതൊന്നും നടക്കാത്തതാ. നിങ്ങൾ വെറുതെ കിടന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കണതാ.
ശരിയല്ലേ? എത്ര ആകുലതകൾ സത്യത്തിൽ വന്നിട്ടുണ്ട് റിയാലിറ്റി ആയിട്ട്? ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഓരോ ആദ്യങ്ങൾ ഇങ്ങനെ കയറി വരും. പെട്ടെന്ന് അയ്യോ എൻ്റെ മോൾക്ക് എന്തോ പ്രശ്നമുണ്ട്. മോളവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക തിയേറ്ററിൽ. അപ്പോൾ ഫോൺ വിളിക്കും, മോളെ നീ എവിടെ? എന്തായാലും അമ്മയെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എനിക്ക് ആദ്യം ഒന്ന് കൊണ്ട് വിളിച്ചാട്ടോ. പെട്ടെന്ന് ഞാൻ ആദ്യമൊക്കെ വരും. ഇവിടുന്ന് വരെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതാണ് വൃത്തി എന്ന് പറയുന്നത്. ഈ വാസന വൃത്തിയായിട്ട് മാറും. ഇനി ദൃഢനിശ്ചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോൺഷ്യസ് മൈൻഡിൽ വരുന്ന ഒരു തല. അത് എന്നുവെച്ചാൽ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ബോധത്തെ ഫോക്കസ്ഡ് ആയിട്ട് നിർത്താൻ എന്നെ കൊണ്ട് പറ്റണം. ഫോക്കസ്ഡ് ആയിട്ട് അതിന് പറയണം എന്താണെന്നറിയോ? ഇത് നിംഹാൻസ് ഉണ്ട്, അതായത് ഈ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യ. നിംഹാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കണ്ടെത്തലാണ് ഈ വാസന, ഉള്ളിലുള്ള ഈ ഒരു വൈബ്രേഷൻ ചിന്തയായിട്ട് മാറിയിട്ട് ആ ചിന്ത പ്രവൃത്തിയിലേക്ക് വരും. ആ പ്രവർത്തിക്കാൻ എടുക്കുന്ന സമയമുണ്ട്, ഏതാനും മൈക്രോ സെക്കൻഡുകളാണ്. ഉള്ളിൽ വരുന്ന ചിന്ത അത് പെട്ടെന്ന് പ്രവൃത്തിയിലേക്ക് വരാൻ ഏതാനും മൈക്രോ സെക്കൻഡുകൾ സമയമാണ്. നിങ്ങൾ ഡെയിലി ധ്യാനം ചെയ്യുന്ന, മെഡിറ്റേഷൻ്റെ ഒരു ക്വാളിറ്റിയാണ്, ധ്യാനം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ ചിന്ത വന്നതിൻ്റെ ഉള്ളിൽ ആ ചിന്തയും പ്രവൃത്തിയും തമ്മിലുള്ള ആ ഒരു അകലമുണ്ട്, അത് കുറച്ചും കൂടെ വലുതാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിന്ത വന്നാലും അതനുസരിച്ചിട്ട് പ്രവർത്തിക്കണോ, അതിനൊപ്പം പ്രവർത്തിക്കണോ എന്നുള്ള ആ ഒരു നിശ്ചയമെടുക്കാൻ ധ്യാനം നിരന്തരം ചെയ്യാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. നമുക്ക് പലപ്പോഴും പറ്റുന്നതെന്നറിയോ? അത് പറ്റാറില്ല. ഇത് ദുര്യോധനൻ അധർമ്മപക്ഷത്തായിരുന്നില്ലേ? അപ്പൊ ദുര്യോധനനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതായത് വിതുരരാണെന്ന് തോന്നുന്നു, വിതുരരെ ചോദിക്കുന്നുണ്ട്. അതായത് ദുര്യോധനൻ, നീ ചെയ്യുന്ന അധർമ്മം അറിയുന്നില്ലേ? അപ്പോ നീ ഈ അധർമ്മം ചെയ്തുകൊണ്ട് എന്തിനാ മുന്നോട്ട് പോകണം, നീ ഒന്നുകൂടെ ചിന്തിക്കുന്ന പറഞ്ഞപ്പോ ദുര്യോധനൻ പറഞ്ഞെന്തെന്നറിയോ? അതായത് എനിക്കറിയാം ഞാൻ ചെയ്യണത് അധർമ്മമാണെന്ന്, പക്ഷെ ഇത് നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഏതൊരു ശക്തി എൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യാൻ എന്നെ കൊണ്ട് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുര്യോധന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ദൃഢനിശ്ചയില്ല. ഇത് തന്നെയാണ് അർജുനന്റെ ഉള്ളിൽ ആദ്യമായിരുന്നു. പക്ഷെ ആദ്യം വന്നപ്പോഴും ആ ഏത് ചിന്തയ്ക്കൊപ്പം നിൽക്കണമെന്നുള്ള ദൃഢനിശ്ചയം എടുക്കാൻ ആർക്ക് സാധിച്ചു? അർജുനന് സാധിച്ചു. ഇതായിരുന്നു ദുര്യോധനും അർജുനും തമ്മിലുള്ള വ്യത്യാസം. ദുര്യോധന ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റില്ല, ആ പ്രവൃത്തിയിലേക്ക് വെച്ചാൽ നമുക്കും പലപ്പോഴും പറ്റാറില്ലേ? പെട്ടെന്ന് ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റില്ല നമുക്ക്. രാത്രി കിടന്നുറങ്ങുമ്പോൾ സിനിമ കാണണ്ട എന്നുള്ള, സിനിമ എന്തെങ്കിലും ആവട്ടെ, അത് വേണ്ടാന്നറിയാം, കണ്ണും പോവും ഉറക്കം പോകുന്നു അറിയാം, എന്നാലും കൈ ഇങ്ങനെ വിറച്ചിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കും, കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി മൊത്തം ചുവന്നൊക്കെ ഇരിക്കും, എന്നാലും സിനിമ കാണാണ്ട് ഫോണിൽ നോക്കാണ്ട് രാത്രി കിടക്കാൻ പറ്റില്ല, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഫോൺ താഴെ വെച്ച് കിടക്കാൻ പറ്റുന്നില്ല. ഇത് പലപ്പോഴും ഈ കൊറോണയ്ക്ക് ശേഷം കുട്ടികൾക്ക് വന്നിട്ടുള്ളൊരു എന്താ പറയുക ടെൻഡൻസി കൂടിയാ. ഫോൺ നിലത്ത് വയ്ക്കാൻ പറ്റില്ല, ഫുൾ ടൈം കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കും. അവരെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ്, സാധിക്കില്ല അവരെ കൊണ്ട് മാറ്റി വെക്കാനായിട്ട്. കാരണം ആ വാസന ശക്തമായി, ആ ചിന്തയും ആ പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം വളരെ ചെറുതാണ്. അവരെ കൊണ്ട് പറ്റില്ല ഫോൺ താഴെ വെക്കാൻ. ഈ ഫോണിൻ്റെ കാര്യം മാത്രമല്ല, ഇവർക്കറിയാം തെറ്റാണ് ചെയ്യണമെന്ന് അറിയാം, എന്നാലും അത് ഈ ടീനേജിലുള്ള കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, എടാ നീ എന്ത് ചെയ്യണേ, അവരോട് ചോദിച്ചാൽ അവർക്ക് അറിയാം കാര്യം ചെയ്യണ തെറ്റാണെന്ന് അറിയാം, പക്ഷെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അവിടെ പ്രവൃത്തി അതായത് അതുപോലെ പറ്റുള്ളവർക്ക് എന്തോ ശക്തി അവരുടെ ഉള്ളിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ ചിന്തയ്ക്കൊപ്പം അവർക്കറിയാം കഞ്ചാവ് മോശമാണെന്ന് അറിയാം, സിഗരറ്റ് മോശമാണെന്ന് അറിയാം, ഈ പറഞ്ഞ മയക്കുമരുന്ന് മോശമാണെന്ന് അറിയാം, പക്ഷെ ഏതോ ഒരു ശക്തി അവരോട് അതൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല, അവർ ആ ശക്തിയാണ്. ദുര്യോധനെ പോലെ അവരതിൻ്റെ പുറകെ പോയിരിക്കും. കാരണം അവർക്ക് ആ ഒരു പ്രേരണയെ തടുത്തു നിർത്താൻ പറ്റില്ല അവർക്ക്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവരെ ആ കോൺഷ്യസ് ബോധത്തിലേക്ക് ആ ഒരു സമയം, ആലോചിക്കാനുള്ള സമയം നിശ്ചയിക്കാനുള്ള ആ ഒരു സെക്കൻഡ്സ് ഉണ്ടല്ലോ, അതിനെ കൂട്ടിക്കൊടുക്കാനുള്ള മാത്രമേ ഉള്ളൂ. അതെന്ത് ചെയ്യാൻ പറ്റും? അവരെ പ്രാണായാമം പരിശീലിപ്പിക്കുക, അവരെ ധ്യാനം പരിശീലിപ്പിക്കുക. ആ ധ്യാനം ചെയ്യുന്നൊരു കുട്ടിക്ക് എത്രയൊക്കെ ജീവിതത്തിലേക്ക് എന്തൊക്കെ അവസ്ഥകൾ വന്നു കഴിഞ്ഞാലും ദൃഢനിശ്ചയത്തോടൊപ്പം ഏത് ശരി ഏത് തെറ്റും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശരിക്കൊപ്പം നിൽക്കാൻ പറ്റും. അതിലൂടെ പറ്റുള്ളൂ. നിങ്ങൾ എത്ര കൗൺസിലിങ്ങിൽ കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. കാരണം കൗൺസിലിംഗ് പറയണ പോലെ അവർക്ക് അറിയാം ശരിയാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാന്നൊക്കെ അറിയാം, പക്ഷെ അവർക്ക് പ്രവൃത്തിയിലേക്ക് അവർക്ക് അതിനെ എത്തിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ വ്യവസായാത്മക ബുദ്ധി അവർക്കില്ല. ദൃഢനിശ്ചയത്തോടൊപ്പം ഈ വാസന ചിന്തയായി പെട്ടെന്ന് പ്രവൃത്തിയായിട്ട് മാറും. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, അതാണ് ധ്യാനം. ധ്യാനത്തിലൂടെ ഈ ദൃഢനിശ്ചയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. ദൃഢനിശ്ചയം എന്താ? ഇപ്പോൾ ഈ നോളജ് കേൾക്കുമ്പോൾ ഇതിലൂടെ ജീവിക്കണമെന്നും ഇത് സത്യമാണെന്നും ഞാനൊരു ശരീരമല്ല, മനസ്സല്ല, ഞാൻ ആത്മതത്വമാണെന്നും എല്ലാം നമ്മുടെ ബുദ്ധിയിലുണ്ട്.
പക്ഷെ ജീവിതത്തിൽ അനുഭവം വരുമ്പോൾ നമുക്ക് ആ ബുദ്ധിയോടൊപ്പം നിൽക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഈ സെക്കൻഡ്സ് കുറവാ. പക്ഷെ ആ ബോധത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഈ വാസന കയറി വരുന്നു, അതിനോടൊപ്പം ചിന്തകൾ വന്ന് പ്രവൃത്തിയിലേക്ക് ഡയറക്റ്റ്ലി അങ്ങോട്ട് പോവാണ്. ചെയ്യണ തെറ്റാന്നറിയാം, എന്നാലും ആ തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ദൃഢനിശ്ചയം വരില്ല. ആ വാസന പെട്ടെന്ന് പ്രവൃത്തിയായിട്ട് മാറും. അപ്പൊ ഈ അഥവാ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, ഉള്ളില് തെറ്റാണ് ചെയ്യണം എന്നറിയാം, പക്ഷെ അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾ എത്രയും വേഗം തന്നെ ജീവിതത്തിൽ ധ്യാനം പരിശീലിച്ചു തുടങ്ങുക, പ്രാണായാമം പരിശീലിച്ചു തുടങ്ങുക. അത് വേണ്ട, ഒരു കുറച്ച് ദിവസം മതി, 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ഈ ബോധം വരും. ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും, ഒരു നിശ്ചയം നമുക്ക് ഫീൽ ചെയ്യും. ശരി തെറ്റ് ഏതെന്ന് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള അവബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അത് വേണം. അതിന്റെ പേരാണ് വ്യവസായാത്മിക ബുദ്ധി. 1 പോയിന്റഡ് ഫോക്കസ്. ആ ദൃഢനിശ്ചയത്തോടൊപ്പം ജീവിതത്തിൽ മുന്നേറാൻ പറ്റും. ആ നിശ്ചയം എവിടെയാ? 1 പോയിന്റഡ് ഫോക്കസ് എവിടെയാ? എന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 45-ാമത്തെ ശ്ലോകം ഇത് ഭഗവാൻ പറയുന്നു, ഈ വാസന വന്ന്, ആ ചിന്ത വന്ന് പ്രവൃത്തിയായിട്ട് മാറുന്നുണ്ടല്ലോ. അപ്പോ ആ പ്രവൃത്തിയായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? ഏത് ഫാക്ടർ കൊണ്ടാണ് ഈ വാസന കയറി വന്ന് അതിനോടൊപ്പം പ്രവർത്തിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്ന ശ്ലോകമാണ് 45-ാമത്. കേൾക്കാം. ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. വേദങ്ങളിലെ കർമ്മകാണ്ഡ ഭാഗങ്ങൾ 3 ഗുണങ്ങൾക്ക്, സത്വം, രജസ്, തമസ്, വിഷയമാണ്. നീ ഗുണാതീതനും സുഖദുഃഖാദി ദ്വന്ദ്ഭാവങ്ങളിൽ നിന്നും ഉയർന്ന് നിത്യസത്വസ്ഥനുമായി യോഗക്ഷേമങ്ങളിൽ തൽപരനാകാതെ ആത്മാനന്ദനായി ഭവിക്കുക. ദീർഘമായ ശ്വാസം കണ്ണുകളടച്ചകത്തേക്ക് എടുക്കാം. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. ഭഗവാൻ പറയുന്നു, 3 ഗുണങ്ങളുണ്ട് അർജുന. 3 ഗുണങ്ങൾ. 1 സത്വഗുണം, 2 രജോ ഗുണം, 3 തമോ ഗുണം. ഇതില് ഗുണങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ. എപ്പോഴും സത്വഗുണം, എപ്പോഴും തമോ ഗുണം, എപ്പോഴും രജോ ഗുണം, അങ്ങനെ ഒന്നുമില്ല. തമോ ഗുണം ഇല്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. തമോ ഗുണം എന്ന് വെച്ചാൽ ജഡത. രജോ ഗുണം ഇല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, ആക്ടിവിറ്റി വരില്ല, ഒരു വീര്യം വരില്ല നമുക്ക് രജോ ഗുണം ഇല്ലെങ്കിൽ. സത്വഗുണം ഇല്ലെങ്കിൽ ഏകബുദ്ധി ഉണ്ടാവില്ല, ഫോക്കസ് ഉണ്ടാവില്ല, മനസ്സിന് ശാന്തത ഉണ്ടാവില്ല. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ. നിങ്ങൾ എന്തൊക്കെ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിലും, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിലും, സന്യാസിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ കുടുംബസ്ഥനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും, മോശം മാർഗത്തിലൂടെ ജീവിക്കുന്നുണ്ടെങ്കിലും, നല്ല മാർഗത്തിലൂടെ ജീവിക്കുന്നുണ്ടെങ്കിലും, ഗുണങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ. ഇതില് തമോ ഗുണം ഡിസ്ട്രക്റ്റീവാണ്. പക്ഷെ തമോ ഗുണ ആധിക്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെ നശിപ്പിച്ചു കളയും. തമോ ഗുണം എന്ന് വെച്ചാൽ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിക്കുക, ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഫുൾ ടൈം റൂമിനകത്ത് തന്നെ. തമോ ഗുണം വിളി നിറയുന്നത് കൊണ്ട് തമോ ഗുണം. ഇത് രജോ ഗുണം എപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു കാള പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ കയറെടുക്കാൻ ഓടുന്ന കാക്കരകില്ലേ, ഇവരൊക്കെ രജോ ഗുണികളെന്ന് പറയും. ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് ഒരു സ്ഥലത്ത് നിലത്ത് അല്ലെങ്കിൽ ഒന്ന് കണ്ടയ്ക്കാൻ പോലും പറ്റില്ല. ഇവരെ ധ്യാനം പഠിപ്പിക്കുക കുറച്ച് ദുഷ്കരം കൂടിയാണ്. കാരണം കണ്ണടച്ചിട്ട് വേണ്ട എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞങ്ങൾ ക്ലാസ്സിൽ കണ്ണ് കെട്ടിച്ചു കൊടുക്കാറുണ്ട്. രജോ ഗുണമുള്ളവർക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. അപ്പം രജോ ഗുണത്തിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൈയും കലക്കെ പറിച്ചുകൊണ്ടിരിക്കും. അവർ കസര ഇരിക്കുമ്പോൾ കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൈ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ തല അങ്ങോട്ടേക്ക് വെട്ടിച്ച് നോക്കിക്കൊണ്ടിരിക്കും. എത്ര വലിയ നോളജാണ് തരുന്നതെങ്കിലും അവിടെ ഇവിടെ എന്തെങ്കിലും ഒച്ച കിട്ടാൻ അപ്പം തന്നെ തല വെടിച്ച് അങ്ങോട്ട് നോക്കി, എന്താ അത് കാക്കയോ ഈ രാത്രിക്കോ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതാണ് സംഭവം. രജോ ഗുണമാണ്. സത്വഗുണമാണ് ഫോക്കസ്. സത്വഗുണം ആധിക്യം ഉണ്ടെങ്കിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് കേൾക്കാനും മനസ്സിലാക്കാനും സ്വസ്ഥമായ മനസ്ഥിതി ഉണ്ടാവും. എപ്പോ സത്വഗുണം ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോൾ. ഈ ഗുണങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഗുണങ്ങൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. അർജുനോട് പറയണോ, അർജുന ഭഗവാൻ പറഞ്ഞ കുറച്ചും കൂടെ ഒരു ഉയർന്ന തലത്തിലാണ്. ഈ ഗുണങ്ങളെ നീ അധിവർത്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് തമോ ഗുണത്തെ, രജോ ഗുണത്തെ, സത്വഗുണത്തെ, ഇത് 3 ശരിക്കും ആക്ടിവിറ്റിയാണ്, പ്രവൃത്തിയാണ്. കാരണം
സത്വഗുണത്തില് ഉള്ളിലൊരു ചിന്ത വന്നു, ആ ചിന്ത വരുമ്പോൾ സത്വഗുണത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി നന്നായിട്ട് ആലോചിച്ച് അതിന് നല്ലതാണല്ലോ എന്നൊക്കെ മനസ്സിലാക്കി അത് പ്രവർത്തിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. രജോ ഗുണത്തിലാണെങ്കിൽ ആ ചിന്ത വരുമ്പോൾ തന്നെ നിങ്ങൾ അത് ചെയ്തിരിക്കും. അതായത് ലഡു വന്നു, മനസ്സിൽ ലഡു കഴിക്കണം ആഗ്രഹം വന്നു, ഷുഗർ പേഷ്യൻ്റ് ആണ്, പക്ഷെ രജോ ഗുണം നിറഞ്ഞിരിക്കുന്നുണ്ട്, അപ്പം തന്നെ ലഡു വേണമെന്ന് പറഞ്ഞ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഭാര്യയും മക്കളും കാണാണ്ട് അലമാരിക്കാത്തൊരു പാട്ടിൽ ഇരിക്കേണ്ട ലഡു അപ്പം തന്നെ അത് വായിട്ടിട്ട് ചവച്ച് തിന്നാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖം കിട്ടത്തുള്ളൂ. അതാണ് രജോ ഗുണം എന്ന് പറഞ്ഞത്. തമോ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, പക്ഷെ ചെയ്യില്ല, ഒന്നും പ്രവർത്തിക്കില്ല, അവിടെ കിടന്ന് കാണുക എന്ന് മാത്രമേ ഉള്ളൂ. ദിവാസ്വപ്നം കാണുന്ന പറയില്ല, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, പ്രവർത്തിക്കില്ല, പ്രവൃത്തിയിൽ ഒന്നുമില്ല. രാത്രിയിലും സ്വപ്നം, രാവിലെയും സ്വപ്നം, ഇങ്ങനെ ജീവിക്കും തമോ ഗുണത്തിലാണെങ്കിൽ. അപ്പൊ ഭഗവാൻ പറയുന്നു ഈ ഗുണങ്ങളെ അതിവർത്തിക്കണം. ആ ഗുണങ്ങളെ അതിവർത്തിക്കണമെങ്കിൽ ഈ ഭാവങ്ങൾ, ഏത് സത്വ രജ തമ, ഈ ഗുണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നും ചിന്തകളും മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നും. ചിന്തകൾ എവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേ? മനസ്സിലെ എല്ലാ ഭാവങ്ങളും എപ്പോഴും ഒരേ വികാരത്തോടൊപ്പമാണ് ഇരിക്കുന്നത്. അല്ല, ഈ വികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മാറിക്കൊണ്ടിരിക്കുന്നതിനെ വെറുതെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ ഇനി സത്വഗുണമാണല്ലോ, രജോ ഗുണമാണല്ലോ, എനിക്കിങ്ങനെ പ്രവർത്തിക്കാൻ തോന്നുന്നുണ്ടല്ലോ, തമോ ഗുണമാണല്ലോ. ആ ഗുണങ്ങളെ അറിയുക, ചിന്തകൾ വരുമ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കുക, നിരീക്ഷിക്കുക. ഈ ബോധം എപ്പോഴാണ് വരണമെന്നറിയോ? നിങ്ങൾ ധർമ്മനിഷ്ഠനാകുമ്പോൾ. അതായത് ഞാനെന്ന സത്യം അത് പരമാത്മബോധമാണെന്ന്, ഉള്ളിൽ ആ നിറഞ്ഞിരിക്കുന്ന നിത്യതയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ, അതാണ് ധർമ്മം, അസ്വരൂപ ധർമ്മം. ആ ധർമ്മത്തിൽ നമ്മൾ ഉറച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും സാക്ഷിഭാവത്തെ അറിയാൻ പറ്റും. ഈ ജീവിതത്തെ നമുക്ക് മാറി നിന്ന് വീക്ഷിക്കാൻ പറ്റും. പക്ഷെ മുഖത്തൊരു ചിരി എപ്പോഴും ഉണ്ടാവും. ഓരോ അനുഭവത്തിലും ആ ചിരിയോടൊപ്പം ഫുൾ കോൺഫിഡൻസിൽ ജീവിതത്തിൽ മുന്നേറാനുള്ള ശക്തി ആ ധർമ്മം ആചരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഏത് ധർമ്മം അത്? അതാ ഭഗവാൻ പറയാൻ പോണ ധർമ്മതാണ്. അതാണ് കർമ്മയോഗം. ആ ഉള്ളിലേക്ക് ഞാൻ ആ ബോധസ്വരൂപമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? അതാണ് ഭഗവാൻ അടുത്ത് പറയാൻ പോകുന്ന ആ തത്വം. അപ്പോ ആ കർമ്മയോഗത്തിന്റെ ആചരണം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ആത്മബോധത്തിലേക്ക് നിന്റെ ഉറക്കണമെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞുതരാൻ പോകുന്ന കർമ്മയോഗം നീ ആചരിക്കണം. അപ്പോ ആ കർമ്മയോഗത്തിലേക്ക്, എന്താണ് കർമ്മയോഗം എന്ന് നമുക്ക് കേൾക്കാം. 46 യാവാനർത്ഥ ഉദപാനി സർവദാ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതാഃ. സർവത്ര ജലം നിറഞ്ഞ കിണറിൻ്റെ പ്രയോജനമാണ് ബ്രഹ്മനിഷ്ഠനെ വേദങ്ങളെ കൊണ്ടുള്ളത്. കണ്ണുകളടച്ച് ദീർഘമായൊരു ശ്വാസം അകത്തേക്ക് എടുക്കാം. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. ഈ ഭഗവാൻ കർമ്മയോഗത്തിന്റെ പ്രാധാന്യം അർജുനോട് പറയുന്നതാണ്. അർജുന, കർമ്മയോഗത്തിൽ നിൽക്കുന്ന ആ ബുദ്ധിക്ക്, അതായത് ബോധസ്വരൂപമാണ് ഞാൻ എന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ പ്രവൃത്തി, അങ്ങനെയുള്ളയാൾക്ക് ഈ ലോകത്തിലെ ഏത് സുഖങ്ങളും അല്ലെങ്കിൽ ഏത് അവസ്ഥകളും അദ്ദേഹത്തിന് ഒന്നുമല്ല. കാരണം അദ്ദേഹം ഒരു മഹാസംഭരണി. അതായത് വീട്ടിൽ സ്വന്തമായിട്ട് കിണർ, നല്ല ശുദ്ധവെള്ളം കിട്ടുന്ന കിണറുള്ള ഒരു വ്യക്തിക്ക് ഇപ്പൊ പൈപ്പിലെ വെള്ളം വെച്ചാൽ ഈ മുനിസിപ്പാലിറ്റിന്ന് വെള്ളം കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, വീട്ടിൽ കിണറുണ്ട് അല്ലേ? എന്നതുപോലെ തന്നെയാണ് അത്രയും മഹാസംഭരണി എന്ന് വെച്ചാൽ അത്രയും ആനന്ദത്തിലാണ് അദ്ദേഹം. ചെറിയ ആനന്ദം അദ്ദേഹത്തെ ബാധിക്കുകയില്ല. അദ്ദേഹത്തിന് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. നമ്മുടെ എല്ലാ സുഖങ്ങളും നമ്മൾ വിചാരിക്കണം അത് കിട്ടിക്കഴിഞ്ഞാൽ ആണ് ജീവൻ രക്ഷപ്പെടുക എന്നുള്ളത്. പക്ഷേ ഈ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന മഹാസംഭരണിയാകുന്ന പരമാനന്ദത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന വ്യക്തിക്ക് ഒരു കാമവും അദ്ദേഹത്തിന് ഒന്നുമല്ല. കാരണം അതിലും അവസ്ഥയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്, ആ ആനന്ദത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഒരു സൈമിഷികമായ വെറും നിമിഷം മാത്രം നിൽക്കുന്ന ആ സുഖത്തിലേക്ക് പോകേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല. കാരണം നിറഞ്ഞിരിക്കുന്നത് ആ പരമാനന്ദ ബോധത്തിൽ അദ്ദേഹം. അർജുനോട് പറയാണ്, ആ പരമാനന്ദത്തെ അറിയാൻ, ആ പരമാനന്ദം ജീവിക്കാൻ അർജുന നീ ഇപ്രകാരം കർമ്മം ചെയ്യണം. ഇതാണ് 47 ശ്ലോകമാണ് കർമ്മയോഗം എന്ന് പറയണ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന ഉപായം. കേൾക്കാം, കണ്ണുകൾ അടച്ച് കേൾക്കാം. ഗീത കയ്യിലുള്ളവർക്ക് കൂടെ പാരായണം ചെയ്യാം. കർമ്മണ്യേവാധികാരസ്തേ
മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്തു കർമ്മണി. നിനക്ക് കർമ്മം അനുഷ്ഠിക്കുന്നതിനേ അധികാരമുള്ളൂ, കർമ്മഫലത്തിനില്ല. കർമ്മഫലം അനുഭവിക്കുന്നതിന് കാരണമാകാതിരിക്കും. അതേപോലെ കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ താല്പര്യം ഉണ്ടാകാനും പാടില്ല. കണ്ണുകളടച്ച് ദീർഘമായ ശ്വാസമകത്തേക്ക് എടുക്കാം, പൂർണ്ണമായും പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. ഇനി ആ ഉപായം ഭഗവാൻ പറയുന്നു, അർജുന, ആദ്യം നീ അറിയേണ്ടത് വാട്ട് ഈസ് കർമ്മ, എന്താണ് കർമ്മം നീ അറിയണം. ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയണത്, നിനക്ക് കർമ്മത്തിൽ മാത്രമേ എന്തുള്ളൂ, നിയന്ത്രണവും അധികാരവും ഉള്ളൂ. 2, കർമ്മഫലത്തിൽ നിനക്ക് നിയന്ത്രണമില്ല. 3, അതുകൊണ്ട് അകർമ്മിയാവാനും പാടില്ല, കർമ്മം ചെയ്യാതിരിക്കരുത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം അതിനറിയേണ്ടത് വാട്ട് ഈസ് കർമ്മ. കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം ചേരുന്നതാണ്. 1 കാരണം, 2 ഫലം. കർമ്മം എന്ന് വെച്ചാൽ 1 കാരണം, 2 ഫലം. ഇത് രണ്ടും ചേരുന്നതാണ് ഒരു കർമ്മം എന്ന് പറയണത്. നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതം എന്താ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണേ? അപ്പൊ നമ്മള് ഫലത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ഒരു ഫലമാണ്. ഇതിന്റെ കാരണം എന്നോ നടന്നു കഴിഞ്ഞു. അതായത് വീടിന്റെ മുന്നില് നമ്മളൊരു മാവ് കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാവ് വളർന്ന് വലുതായി അതിൽ നിന്ന് മാങ്ങയല്ല കിട്ടുള്ളൂ. ആണോ അല്ലയോ? ചക്ക കിട്ടുമോ? ഇല്ല, ചക്ക കിട്ടത്തില്ല. കാരണം എന്താ, മാവാണ്. ഇത് ഞാൻ അതിന്റെ മുമ്പ് ചക്കര എന്ന് പറഞ്ഞാൽ തരുമോ? അത് ഇല്ല. അതാണ് ഫലം എന്ന് പറയണത്. ഇപ്പോൾ ഈ അവസ്ഥ എനിക്കുണ്ടായതിന്റെ പുറകിലെ കാരണം എന്നോ കഴിഞ്ഞതാണ്. അത് പാസ്റ്റാണ് കോസ്, കാരണം. പ്രസന്റ് എഫക്റ്റ് ആണ്. അതായത് നമ്മുടെ അത് ജന്മമാവാം, അല്ലെങ്കിൽ പൂർവ്വ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയാവാം, എന്നുവെച്ചാൽ കഴിഞ്ഞ കാലമാവാം, അത് കഴിഞ്ഞ ജന്മങ്ങളിലേക്ക് പോവാം. അവിടെയാണ് ഈ ഒരു നിമിഷം, ഈ പ്രസന്റ് മൊമെന്റ്, ഈ നിമിഷം നമുക്ക് സംജാതമാവാനുള്ള കാരണം നമ്മുടെ പൂർവ്വ കർമ്മത്തിന്റെ ഫലമാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ ആ ഫലത്തെ കുറിച്ച് ഓർത്തിട്ട് വല്ല കാര്യമുണ്ടോ? മാങ്ങ മരത്തിന്റെ ചുവട്ടിൽ പോയിട്ട് ചക്ക വേണം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഒന്നും നടക്കില്ല, മാങ്ങ മാത്രമേ കിട്ടുള്ളൂ നമുക്ക് അതിന്റെ പോയി നിന്ന് കഴിഞ്ഞാൽ. ചിലർക്ക് മാങ്ങ പോലും കിട്ടില്ല, ഇങ്ങനെ വെറുതെ ഇരിക്കുക മാവ്. അത് വേറെ അവസ്ഥ. ഈ ഒരു നിമിഷം, ഇതാണ് എൻ്റെ ഫ്യൂച്ചർ. ഇപ്പൊ ഞാൻ എന്ത് പ്രവർത്തിക്കുന്നു, ഞാൻ എന്ത് ചിന്തിക്കുന്നു, ഇതാണ് എൻ്റെ ഇനി വരാനിരിക്കുന്ന കാലമായിട്ട് മാറാൻ പോകുന്നത്. മനസ്സിലായോ? അതായത് ഫലത്തിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല, കാരണത്തെ നമ്മൾ അറിയണം. പക്ഷെ കാരണത്തിന് നമ്മൾ ശ്രദ്ധ കൊടുക്കൂല. നമ്മൾ എപ്പോഴും ഫലത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കണത്. ഫലത്തിന്റെ പുറകെ എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിക്കണേ, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണേ, എന്റെ ജീവിതം മൊത്തം ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ഫലം മാത്രമേ ഉള്ളൂ. കർമ്മം, കാരണം അതെന്നോ നടന്നു കഴിഞ്ഞു. ആ കാരണത്തിലേക്ക് ശ്രദ്ധ പോകുന്നില്ല. കാരണം സംഭവിച്ചു കഴിഞ്ഞു, ഫലമായി ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഇനി ഈ ഫലം എന്ന് വെച്ചാൽ 3 കാര്യങ്ങളാ. ഈ 3 എണ്ണം ചേരുന്നതാണ് കർമ്മഫലം. 1, നമ്മുടെ പൂർവ്വജന്മ കർമ്മ വാസന, പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ആ ഒരു ഫലം. 2, പ്രകൃതി. 3, നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഒരു എത്രത്തോളം നമ്മളിത് ചെയ്തു എന്നതിനാശ്രയിച്ചിട്ടിരിക്കും. 1, നമ്മൾ കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലത്തിലോ നമ്മൾ ചെയ്ത ആ ഒരു കർമ്മത്തിന്റെ ഫലം ഈ പറയുന്ന കർമ്മഫലമായിട്ട് വരും. 2, ആ കർമ്മഫലം വരുന്ന സമയത്ത് പ്രകൃതിയുടെ അവസ്ഥ. 3, ഞാൻ ആ കർമ്മം ചെയ്തപ്പോ അത് എത്ര ശതമാനം ചെയ്തു എന്നതിനെയും കൂടെ ആശ്രയിച്ച്. ഞാൻ വിശദമാക്കി പറഞ്ഞുതരാം. എക്സാം എഴുതിയെന്ന് കരുതുക. നമ്മുടെ എല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരല്ലേ ഇരിക്കുന്നവരൊക്കെ. എക്സാം എഴുതാതെ 5ാം ക്ലാസ്സും ഗുസ്തി ഇല്ല. എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ 100% എക്സാം എഴുതി, 100%, 100% എല്ലാം പഠിച്ചിട്ട് എഴുതി. എന്നിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച മാർക്ക് എനിക്ക് കിട്ടില്ല. അതിന്റെ കാരണം എന്തായിരിക്കും? ഉദ്ദേശിച്ച മാർക്ക് കിട്ടാത്തതിന്റെ കാരണം പ്രകൃതി സ്വാധീനിക്കും. അതായത് നിങ്ങൾ എഴുതി കൊടുത്ത പേപ്പർ നോക്കുന്ന ഒരു ടീച്ചർ ഉണ്ടല്ലോ, നിൽക്കുന്ന ആളുണ്ടല്ലോ,
ആ വ്യക്തി ആ നോക്കുന്ന ദിവസം വീട്ടിൽ നിന്ന് ഭർത്താവിനോട് അടിയുണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ട് വന്നതാ. ആ ദേഷ്യം കൊണ്ടാണ് ഈ പേപ്പർ നോക്കിക്കൊണ്ടിരിക്കണേ. കണ്ണിലൊന്നും പെടൂല. എന്നിട്ടോ അവർക്ക് തോന്നിയ മാർക്കിട്ട് തരും. അപ്പൊ ഞാൻ എത്ര ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകൃതി കൂടി അനുകൂലമാവണം. ആ ഫലം കൃത്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ. അതാണ് പ്രകൃതിയുടെ സ്വാധീനം. 2, 100% എഴുതിയാലേ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് എഴുതിയുള്ളൂ, എന്തൊക്കെയോ എഴുതി കാട്ടിക്കൂട്ടി. ഇത് പിന്നെ 2 മാസം ഇരുന്ന് പിന്നെ കാരിക്കുടി ഭഗവതി, എടവെട്ടി കൃഷ്ണന്റെ അടുത്ത് പിന്നെ കാഞ്ഞോട്ട് അമ്പലം ഇങ്ങനെ ജപോ സാധനമായിട്ട് നടക്കുക. എനിക്ക് 100 മാർക്ക് കിട്ടണേ 100 മാർക്ക് കിട്ടണേ എന്ന് പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല. ഫലം അപ്പൊ എങ്ങനെ 100% കിട്ടും നമുക്ക് ഫലം? അപ്പൊ ചെയ്ത കർമ്മത്തിന്റെ എത്രത്തോളം നിങ്ങളത് ചെയ്തു, എത്ര ശതമാനം ചെയ്തു, അത് നിങ്ങളുടെ ഫലത്തെ സ്വാധീനിക്കും. ഇനി ഇത് രണ്ടും പ്രകൃതിയും അനുകൂലമാണ്, നമ്മൾ ചെയ്ത കർമ്മം 100% എങ്കിൽ കൂടി നമ്മൾ കഴിഞ്ഞ ജന്മത്തിലെ പണ്ട് പേപ്പർ നോക്കിക്കൊണ്ടിരുന്ന ടീച്ചറായിരുന്നു. അപ്പൊ നോക്കിയപ്പോ ശത്രുവിന്റെ മോളുടെ പേപ്പർ കൈ കിട്ടി. ഇവള് ഞാൻ നോക്കിയിട്ട് ഇവള് പാസ്സാവേണ്ടത് കേട്ട് എല്ലാം വെട്ടിക്കൊടുത്തു. എന്നിട്ട് അവളുടെ ഭാവി ഞാനായിട്ട് നശിപ്പിച്ചു. അപ്പൊ ഈ ജന്മത്തില് എന്റെ ഭാവി ഏതെങ്കിലും ആളായിട്ട് നശിപ്പിച്ചു തരും. ഇതാണ് പൂർവ്വജന്മത്തിലെ കർമ്മം എന്ന് പറയണത്. ഈ ഫലം ഈ 3 കാര്യങ്ങൾ ചേർന്നിരിക്കണത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കണു, പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മത്തെ നമുക്ക് ഇനി മാറ്റാൻ പറ്റുമോ? അതിന് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ? പൂർവ്വജന്മത്തിലേക്കൊന്നും പോകണ്ട. ഈ കഴിഞ്ഞ നമ്മുടെ ജീവിതം ഒന്ന് ആലോചിച്ചോ. അവിടെ എന്തെങ്കിലും പാസ്റ്റ് നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. ഇനി പ്രകൃതിയെ മാറ്റാൻ പറ്റുമോ? പ്രകൃതിയുടെ മുകളിൽ നമുക്ക് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ? ഇല്ല. ഇത് രണ്ടും ഇല്ല. പിന്നെ എങ്ങനെ കർമ്മഫലം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കിട്ടണം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും, ആഗ്രഹിക്കാൻ പറ്റും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? എങ്ങനെ നമുക്ക് ഫലത്തെ നിയന്ത്രിക്കാൻ പറ്റും? ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരൊറ്റ കാര്യത്തിൽ നിയന്ത്രണമുള്ളൂ. അതാണ് ഭഗവാൻ പറയണത്, അർജുന നിനക്ക് നിയന്ത്രണം ഉള്ളത് കർമ്മത്തിൽ മാത്രമാണ്. ഇപ്പോ എന്താണ് അതിൽ മാത്രമേ നിയന്ത്രണമുള്ളൂ. ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിൽ നിനക്ക് പൂർണ്ണ അധികാരമുള്ളൂ. കർമ്മഫലത്തിൽ നിനക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല അർജുന. അത് ഈ പറയുന്ന പോലെ പൂർവ്വജന്മം, പ്രകൃതി, നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി, ഇതെല്ലാം ചേർന്നിട്ട് ഫലം സംഭവിക്കുക. അതുകൊണ്ട് ഫലം നീ വിട്ടേക്ക്, നിന്റെ കർമ്മത്തിൽ നീ ഫോക്കസ് ചെയ്യ്, നിന്റെ 100% നീ നിർവഹിക്കുക, എന്നിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക. 1ാമത്തെ റൂള് എന്താ? കർമ്മം ഈ നിമിഷം എനിക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് 100% ഇവിടെ നിർവഹിക്കുക. ഇപ്പോ നിങ്ങൾ ഇവിടെ ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഇനിയിപ്പോ കഞ്ഞിക്ക് പയറായിരിക്കുമോ അതോ ഇന്നലത്തെ പോലെ മറ്റേ കൂട്ടാനായിരിക്കുമോ, കുഴിച്ചു തരുമോ, ഇന്നലത്തെ പോലെ പായസം കിട്ടുമോ അതോ പായസം ഇല്ലാതിരിക്കുമോ, അച്ചാർ ഏതായിരിക്കും, ഇത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇവിടെ ഇരിക്കണേ. തീർന്നു. കർമ്മയോഗത്തിലല്ല നിങ്ങൾ ചിന്തിക്കും. ഇപ്പോൾ ഈ നിമിഷം ഇരിക്കുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയുടെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലുണ്ട്. ശ്രദ്ധിച്ചിരിക്കാനുള്ള ആ ഒരു കർമ്മം നിങ്ങളുടെ ഉള്ളിൽ നിയന്ത്രണമുണ്ട് ഇല്ലേ? ഇവിടെ ഇരുന്നിട്ട് നാളത്തെ കാര്യവും കഞ്ഞിയുടെ കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ മഹാ അനുഭവം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആണല്ലോ? വരാൻ പോകേണ്ട കാര്യമുണ്ട്. അയ്യോ, വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇന്നലത്തെ കാര്യങ്ങൾ, അതൊക്കെയാണ് ചിന്തകളിൽ പോലും എൻ്റെ ഈ നിമിഷത്തെ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കർമ്മയോഗം എന്നാല് ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. ഈ നിമിഷം ജീവിക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കുക എന്ന് വെച്ചാൽ എന്താ? ഇപ്പോഴെന്താണോ അതിനെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ എന്താണോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അത് 100% നിർവഹിച്ചിട്ട് ബാക്കിയെല്ലാം ഭഗവാൻ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. ഇതാണ് കർമ്മയോഗം. ഏത് കാര്യം ചെയ്തു കഴിഞ്ഞാലും, എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ആ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് 100% ശ്രദ്ധ കൊടുത്ത് അതങ്ങ് ചെയ്യുക. ഫലം എന്തുമായിക്കൊള്ളട്ടെ. ചായ ഉണ്ടാക്കണു, വെള്ളം ചൂടാക്കി, തേയിലയിട്ടു, പഞ്ചസാര ഇട്ടു, എന്നിട്ട് ഫുൾ ടൈം നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ ചായയാവോ നോക്കിക്കൊണ്ടിരിക്കോ? ഇല്ല. അത് കുറച്ച് സമയം കഴിയുമ്പോൾ ചായ തന്നെ ആയിക്കോളും. അത് ഫലം തന്നോളും. നിങ്ങളെ കൃത്യമായിട്ടാണ് നിങ്ങൾ വെള്ളം ചൂടാക്കി തേയിലയിട്ട് പഞ്ചസാര ഇട്ടെങ്കിൽ നല്ല ചായ കിട്ടും. ഫോണും നോക്കിക്കൊണ്ട് മറ്റേ പഞ്ചസാര എന്ന് പറഞ്ഞിട്ട് ഉപ്പിന്റെ പാത്രത്തിൽ നിന്ന് എടുത്തങ്ങി ഇടും. ചായക്ക് വരെ മധുരം കിട്ടും, ഭർത്താവിന് കൊണ്ട് കൊടുക്കും. ഭർത്താവ് നോക്കും, ഒരൊറ്റ അടി. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും അടിച്ച് നീ രുചിച്ചു നോക്കിയിട്ടാണോ തന്നത്? അല്ല. എന്താ? ശ്രദ്ധ ഇവിടെ ഇല്ല. ശ്രദ്ധ മൊത്തം പോയി. കർമ്മയോഗത്തിലല്ല. അപ്പൊ കർമ്മയോഗം അല്ല ആചരിക്കുന്നെങ്കിൽ കുറെ അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള കർമ്മം ഈ നിമിഷം മാത്രമേ ഉള്ളൂ. അത് 100% നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു സങ്കടവും നിങ്ങളെ ബാധിക്കില്ല.
എക്സാം ആവട്ടെ, അല്ലെങ്കിൽ ഏത് ഇന്റർവ്യൂ ആവട്ടെ, നിങ്ങൾ ചെയ്യുന്ന കർമ്മം 100% നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഒന്നും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള 100% ഉള്ളിൽ ബോധം ഉണ്ടെങ്കിൽ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ? കാരണം എൻ്റെ 100% ഞാൻ ചെയ്തു കഴിഞ്ഞു. വിഷമം ഉണ്ടാവുമോ? ഇല്ല. ദുഃഖം ഉണ്ടാവുമോ? ഇല്ല. മനസ്സിൽ സ്വസ്ഥത ഉണ്ടാവും. ജയിച്ചാലും തോറ്റാലും ഉള്ളിൽ സ്വസ്ഥത ഉണ്ടാവും. ഇതാണ് കർമ്മയോഗം. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ കർമ്മം ചെയ്യാതിരുന്നോട്ട്. ഇതെന്താ അറിയോ, ഈ ഭഗവാന്റെ പ്രസാദം ഇന്നലെ സാറ് പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും സാറ് വേറെ കാര്യം കൂടെ പറഞ്ഞായിരുന്നു. എന്താ, ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളും നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതിങ്ങനെ വരും ഓരോ നിമിഷവും എന്ന് കരുതിക്കൊണ്ട് ചില ആൾക്കാർ എന്നാ പിന്നെ ഭഗവാൻ അടുത്തെന്നാ തരാൻ പോണേ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഒന്നും ചെയ്യില്ല. ഇതാണ് അകർമ്മം. ഒന്നും ചെയ്യില്ല ജീവിതത്തിൽ. കാരണം എന്തായാലും ഓൾറെഡി എന്നെ കൊണ്ടൊരു ഗുണമില്ല. കാരണം ഭഗവാൻ എനിക്ക് ഓരോ അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. മരണം വരെ എല്ലാ അനുഭവങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കണേ, ഇവിടെ തന്നെ ഇരുന്ന പോലെ അടുത്തെന്താ വരട്ടെ നോക്കട്ടെ എന്താ കിട്ടാൻ പോണേന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവര്. ഇതാണ് അകർമ്മികൾ. അകർമ്മം എന്നാൽ ഗുണം എന്താണെന്നറിയോ? തമോ ഗുണം. തമോ ഗുണമാണ് അകർമ്മം എന്ന് പറയുന്നത്. ഡിസ്ട്രക്ഷനാണ്. ജീവിതം നശിച്ചു. അകർമ്മികൾക്കുള്ളതല്ല ഭഗവാനും ജ്ഞാനവും ജീവിതവും ഒന്നും അകർമ്മികൾക്കുള്ളതല്ല. ഒന്നും ചെയ്യാതിരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഭഗവാൻ ഗോവർദ്ധനം ഉയർത്തിക്കൊള്ളും. കൂടെ പോയി നിന്നുകൊടുത്താൽ മതി. ഈ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഭഗവാൻ അറിയാം. ഭഗവാന്റെ ചെറുവിരല്ല ഇത് ഉയർന്നിരിക്കുന്ന ജീവിതം. നിങ്ങളുടെ കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ കിട്ടിയ കമ്പായിട്ട് കൂടെ പോയി നിന്നു കൊടുത്താൽ മതി. നിങ്ങൾ പിടിച്ചിട്ടൊന്നും അല്ല ഈ ഗോവർദ്ധനം ഉയർന്നിരിക്കണേ. പക്ഷെ ഭഗവാന്റെ കയ്യിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ കർമ്മം ചെയ്യണം. എന്താ, കൈ കിട്ടിയ സാധനം കൊണ്ട് അവിടെ പോയി നിന്നോണം. ഇത്രയും ചെയ്താൽ മതി. ഇതുപോലും ചെയ്യില്ല. അയ്യോ ഗോവർദ്ധൻ വീണ്ടും മഴയത്തിരിക്കും അവിടെ. അവിടെ കഥയൊക്കെ അറിയാമല്ലോ. നല്ല മഴയൊക്കെ പെയ്ത് മഴയത്ത് ഭഗവാൻ ഇപ്പം രക്ഷിക്കുന്ന പറഞ്ഞുകൊണ്ട് മഴയത്ത് പോയിരിക്കുക. ഭഗവാൻ കുറച്ച് അപ്പുറത്ത് ഗോവർദ്ധൻ ഉയർത്തി പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാൻ എന്നെ ഇനി എടുത്തും കൂടെ പോകണം, എന്നാലും എനിക്ക് അവിടെ നനയിക്കാൻ നോക്കുന്നത്. അങ്ങനെ ഇരിക്കും കുറെ ആൾക്കാർ. ഇങ്ങനെയാണ് അകർമ്മികള്. എല്ലാം ഭഗവാൻ നോക്കിക്കോട്ടെ, എല്ലാം ഭഗവാൻ നോക്കിക്കോട്ടെ. അപ്പൊ ആരാ അതെ സാറിന് തലയ്ക്ക് വെക്കും. സാറ് പറഞ്ഞാലും എല്ലാം ഭഗവാൻ നോക്കിക്കോളൂന്ന്. എന്നെ രാവിലെ പണിക്കൊന്നും പോവില്ല. എന്നിട്ട് എനിക്ക് അവസാനം വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് പൈസ വേണമെന്ന് പറയണം. അപ്പം അകർമ്മം തമോ ഗുണം. തമോ ഗുണമാണ് അകർമ്മം. ഭഗവാൻ പറയുന്നു അകർമ്മിയും അകർമ്മം അതല്ല. കർമ്മഫലം നിനക്ക് നിയന്ത്രണം ഇല്ല. കർമ്മം ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. എന്താണോ ഇപ്പൊ ചെയ്യാനുള്ളത് അത് ചെയ്ത് സ്വസ്ഥമാകുക. ബാക്കി ഭഗവാൻ നൽകിക്കോളും. പ്രകൃതിയും നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മവും എല്ലാം അനുസൃതമായിട്ട്, നിങ്ങളുടെ കർമ്മത്തിന്റെ ഇന്റൻസിറ്റി അനുസൃതമായിട്ട് നിങ്ങൾക്ക് ഫലം അത് ഭഗവാൻ പ്രസാദമായിട്ട് നൽകിക്കോളും. എന്നുവെച്ചാൽ ജീവിതത്തില് കുറ്റബോധം ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. നിങ്ങൾ കർമ്മം 100% നിർവഹിക്കുമെങ്കിൽ താണ് കർമ്മയോഗം. നമുക്ക് 48ാമത്തെ ശ്ലോകത്തിലേക്ക് വരാം. കേൾക്കാം. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. അല്ലയോ ധനഞ്ജയ, നീ യോഗനിഷ്ഠയോടെ ഫലത്തിനുള്ള ആസക്തി ഉപേക്ഷിച്ച് ജയത്തിലും പരാജയത്തിലും ചിത്തത്തെ സമനിലയിൽ നിർത്തി കർമ്മമനുഷ്ഠിക്കുക. മനസ്സിൻ്റെ സമനിലയിലാണ് യോഗം. കണ്ണുകളടച്ച് ദീർഘമായ ശ്വാസത്തേക്ക് എടുക്കൂ. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. ഭഗവാൻ ഒന്നാമത്തെ എക്സ്പ്ലനേഷൻ എന്താണ് യോഗം? സമത്വം യോഗം ഉച്ചത്തെ. സമത്വം എന്ന് വെച്ചാൽ എന്താ? ഈക്വാണിമിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്ന് വെച്ചാൽ സമചിത്തത. സമചിത്തത എന്താ? ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ അതിലെന്തെങ്കിലും നിയന്ത്രണം നമുക്കുണ്ടോ? ഇല്ല. കാരണം എന്താ? അതിന്റെ കാരണം എന്നോ സംഭവിച്ചു കഴിഞ്ഞു. ഫലം മാത്രമാണ് അനുഭവമായിട്ട് ഇപ്പോൾ എൻ്റെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ബന്ധങ്ങളുടെ രൂപത്തിൽ വരാം, സാഹചര്യങ്ങളുടെ രൂപത്തിൽ വരാം, അല്ലെങ്കിൽ വസ്തുക്കളുടെ രൂപത്തിൽ വരാം. നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ ഏതാണെങ്കിലും ഈ നിമിഷം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൂർവ്വജന്മത്തിനെങ്കിൽ പൂർവ്വകാലത്തിന്റെ കർമ്മം കാരണം എന്നോ നടന്നു കഴിഞ്ഞു. ഈ നിമിഷം വന്നു. അത് ദുഃഖമായാലും സുഖമായാലും അതിന് സമചിത്തതയിലൂടെ സ്വീകരിക്കണം അർജുന. സമത്വം യോഗ ഉച്യത്തെ. സമത്വം അതാണ് യോഗം എന്ന് പറയണത്. വെച്ചാൽ മനസ്സിന്റെ അസ്വസ്ഥതാഭാവം. മനസ്സ് പ്രക്ഷുബ്ധതയിലാവില്ല,
ഈ നിമിഷം എന്നുള്ളത് എൻ്റെ കയ്യിലല്ല എന്നറിയുന്ന ഒരു വ്യക്തിക്ക്. കാരണം ഇത് ബലം മാത്രമാണ്. പക്ഷേ ഇനി വരാനിരിക്കുന്ന കാലം അതെൻ്റെ കയ്യിലുണ്ട്. എപ്പോഴാണെന്നറിയോ? ഈ നിമിഷം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആ ഒരു ഭാവം അനുസരിച്ചിട്ട്. ഇത് ഗുരുദേവൻ എപ്പോഴും പറയും, അതായത് കഴിഞ്ഞ കാലം ആണ് ശരിക്കും നമ്മുടെ വിധി എന്ന് പറയണത്. എന്താ വിധി? എന്താ? കഴിഞ്ഞ കാലം. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. എത്രയൊക്കെ ചിന്തിച്ചാലും എത്രയൊക്കെ നമ്മൾ എന്തൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാലും കഴിഞ്ഞ കാലത്തെ മാറ്റാൻ പറ്റില്ല. അതാണ് വിധി എന്ന് പറയണത്. ഈ നിമിഷം അത് നമ്മുടെ ഫ്രീ വില്ലാണ്. ഫ്രീ വിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം. ഈ നിമിഷം എന്തും ചെയ്യാം. നമ്മുടെ കയ്യിലുണ്ട്. ആ പ്രവൃത്തി ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇനി നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയണത് എന്താണോ ഞാനിപ്പോൾ ചെയ്യുന്നത് ആ ഫ്രീ വില്ലിന്റെ റിസൾട്ട് ആയിരിക്കും. എന്തും തീരുമാനിക്കാം. ഇപ്പോ നിങ്ങളുടെ വന്നിരിക്കുന്നത് ഒരു തീരുമാനത്തിന്റെ പുറത്തല്ലേ? ഈ യജ്ഞത്തിൽ 5 ദിവസം പങ്കെടുക്കണം എന്നുള്ളൊരു തീരുമാനം എങ്ങനെയൊക്കെയുള്ളിൽ വന്നതുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ വേറെ വീടുകളിൽ ആൾക്കാർ ഇരിക്കുന്ന പോലെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് വീട്ടിലിരിക്കായിരുന്നു. ഒരു ഫ്രീ വില്ലായിരുന്നു, വരണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ആ തീരുമാനം ഇവിടെ വന്നിരിക്കണം എന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ഈ മഹാജ്ഞാനത്തിന്റെ അമൃതം നുകരാൻ സാധിക്കുന്നു. എന്നാൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാലോ ചിലപ്പോൾ ഇവിടുന്ന് മൈക്കിലോടെ ഒച്ച കേൾക്കുമായിരിക്കുമല്ലേ? ചില അവിടെ കേൾക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും കേൾക്കാത്തവരും ഉണ്ടല്ലോ. അപ്പോൾ അത് ഫ്രീ വില്ലായിരുന്നു. ഇത് എൻ്റെ ഈ നിമിഷത്തിന്റെ ഞാൻ എങ്ങനെയാണ് എൻ്റെ കർമ്മം ചെയ്യണത്, ആ കർമ്മത്തിന്റെ ഫലം അതാണ് എൻ്റെ നാളെ ആകാൻ പോകുന്നത്. അപ്പം ഈ നിമിഷത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ഈ നിമിഷത്തിൽ വരുന്ന അനുഭവങ്ങളെ അതിനെ സമചിത്തതയിലൂടെ സ്വീകരിക്കുക. അതിൽ പെട്ടു പോവണ്ട. കാരണം ഭഗവാൻ അറിയാലോ. നേരത്തെ പറഞ്ഞാല് ഗോവർദ്ധനം ഉയർത്തിയിട്ടുണ്ട്, കൃത്യമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. നിങ്ങൾ ഞാൻ ആ ഒരു ചെറിയ കമ്പ് പിടിച്ചവിടെ പോയി നിരുന്നാൽ മാത്രം മതി. ഭഗവാൻ നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നിമിഷം ലൈഫിൽ ഒരു പെട്ടെന്നൊരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക, അത് ചെയ്ത് വിടുക. ദെൻ ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. അത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ ഡോക്ടർമാരൊക്കെ പറയാൻ ശ്രദ്ധിച്ചിട്ടില്ല, അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു എന്ന് പറയാറില്ലേ? എന്താ അത്? അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഭഗവാന്റെ കയ്യിലാണ്. ഇത് ഭഗവാന്റെ കയ്യിലാണെന്നുള്ളത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴല്ല അറിയേണ്ടത്. ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും അത് അറിയാൻ സാധിക്കണം. ഈ നിമിഷം എന്നുള്ളത് ഭഗവാന്റെ കയ്യിലാണ്. അത് ഓൾറെഡി ഭഗവാൻ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ ആ പ്രവൃത്തി എന്താണോ ചെയ്യാനുള്ള ഈ നിമിഷം അത് ചെയ്തു പോയാൽ മാത്രം മതി. അതാണ് യോഗ ഉച്യതേ, സമത്വം. യോഗ ഉച്യതേ. വാട്ട് ഈസ് യോഗം? സമചിത്തത. നമ്മുടെ മനസ്സിന്റെ ആ സമഭാവന, സമചിത്തത. സുഖത്തിലും ദുഃഖത്തിലും ജയത്തിലും പരാജയത്തിലും മനസ്സ് പ്രക്ഷുബ്ധമാവാത്ത അവസ്ഥ, അതാണ് യോഗം. അർജുന, അങ്ങനെ ആവണം നീ. ഇനി അടുത്തത് 49. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാഫലഹേതവാ. ഹേ ധനഞ്ജയ, സമബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മത്തേക്കാൾ എത്രയോ താഴേക്കിടയിലാണ് ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന കർമ്മം. അതുകൊണ്ട് സമത്വബുദ്ധിയെ തന്നെ അംഗീകരിക്കൂ. സ്വകർമ്മഫലങ്ങൾക്ക് ഹേതുവായി തീരുന്നവർ ദയനീയന്മാർ തന്നെ. 50. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാദ്യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം. സമബുദ്ധിയോടുകൂടിയ യോഗത്തിൽ അഭയം തേടിയവർ പുണ്യപാപങ്ങൾ രണ്ടിനെയും ഈ ജന്മത്തിൽ തന്നെ ഉപേക്ഷിക്കുന്നു. ആയതിനാൽ നീ യോഗത്തിനായി യജ്ഞിക്കുക. കർമ്മത്തിലുള്ള സാമർഥ്യം തന്നെയാണ് യോഗം. കണ്ണുകളടച്ച് ദീർഘമായൊരു ശ്വാസം അകത്തേക്ക് എടുക്കൂ. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. 1, ജീവിതത്തിലെ സന്തോഷം, ആ ആനന്ദത്തെ അറിയാനുള്ള ഒന്നാമത്തെ സീക്രട്ട് പറഞ്ഞു. എന്താണ്? സമചിത്തത, സമത്വം. യോഗ ഉച്യതേ. 2ാമത്തെ സീക്രട്ട് ഭഗവാൻ പറയുന്നു, യോഗം എന്നാൽ കർമ്മസു കൗശലം, പ്രവൃത്തിയിലുള്ള നൈപുണ്യം, സ്കിൽ ഇൻ ആക്ഷൻ. അതാണ് യോഗം എന്ന് പറയണത്. അതായത് ഒരു അനുഭവം വരുമ്പോൾ ആ അനുഭവത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രശ്നമായിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. അതാണ് നിങ്ങളുടെ ഫ്രീ വിൽ എന്ന് പറയുന്നത്. ജീവിതത്തിൽ അനുഭവം വരുമ്പോൾ
അതിനൊരു പ്രശ്നമായിട്ടും കാണാം, രണ്ട് ഒരു അവസരമായിട്ടും കാണാം. ഇത് ഒരു ദുഃഖം എന്ന വാക്കിനേക്കാൾ ഉപരിയായിട്ട് ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ നിയന്ത്രണക്കാൾ അതീതമായിട്ട് സുഖകരമല്ലാത്തൊരു അവസ്ഥ, ആ ഒരു അവസ്ഥ ലൈഫിൽ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തിനാ എൻ്റെ ഭഗവാൻ എനിക്ക് നൽകിയതെന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിച്ചിരിക്കാം. രണ്ട്, ഇതെല്ലാം നിങ്ങളുടെ ചോയ്സ് ആട്ടോ. രണ്ട്, അതിലൂടെ എങ്ങനെ കടന്നു പോകാം, ഈ ഒരു അവസ്ഥ എങ്ങനെ മറികടക്കാം. യെസ്, കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ട്, അയ്യോ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്തിനാ ഈ സാമ്പത്തിക ബാധ്യത നൽകുന്നത് എന്നും കരുതിക്കൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കാം. രണ്ട്, ഇതിനെങ്ങനെ അതിവർത്തിക്കാം, കാരണം ലൈഫ് ഈസ് ഫുൾ ഓഫ് പോസിബിലിറ്റീസ്. ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരങ്ങളുടെ ഒരു മഹാമേരുവാണ്. അനേകം അവസരങ്ങളുണ്ട്, ഓരോ നിമിഷവും യഥാർത്ഥത്തിൽ അവസരങ്ങളാണ്. നമുക്ക് ജീവിതത്തിൽ മാറാൻ കിട്ടുന്ന അവസരങ്ങളാണ്. ചെറുതായിട്ട് മാറിയാൽ മതി. ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതായത് ജീവിച്ചുള്ള കുറച്ചു കാലം, കുറെ വർഷങ്ങൾ, ആ വർഷം നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ മനസ്സിന്റെ ക്വാളിറ്റി, അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോ ഈ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കർമ്മത്തിൽ കൗശലം കൊണ്ട് സ്കിൽ കൊണ്ടുവരണം, നൈപുണ്യം കൊണ്ടുവരണം. എന്ത് നൈപുണ്യം കൊണ്ടുവരണം? എന്ത് മാറ്റണം എന്റെ സ്വഭാവത്തില്, എങ്ങനെ ഈ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ അതിലൂടെ എങ്ങനെ കടന്നു പോകണം, ആ ഒരു ബുദ്ധിയിലേക്ക് നിങ്ങൾ എത്തിക്കുമ്പോൾ അതാണ് കർമ്മസ കൗശലം. ആ സ്കില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി രക്ഷപ്പെടും. മനസ്സിലായോ? ഇത് ജീവിതത്തിൽ നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുണ്ട്. ഇപ്പൊ 2025 ഫെബ്രുവരി ആയല്ലോ ഇപ്പൊ ഈ ദിവസം എന്നുള്ളത്. നേരത്തെ 2025 ജനുവരി 1 തീയതി മുതൽ ജിമ്മിൽ പോകണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 31 തീയതി രാത്രി കുറേ രാത്രി വൈകിയൊക്കെ ആഘോഷിച്ച് തിരിച്ച് വീട്ടിൽ എത്തി കഴിഞ്ഞപ്പോഴേ 6 മണിക്ക് ജിമ്മിൽ എത്താമെന്നായിരുന്നു ഞാൻ എടുത്ത ഒരു തീരുമാനം എന്നുള്ളത്. പക്ഷേ എണീറ്റപ്പോൾ 6:30 7 മണിയായിപ്പോയി. അപ്പോൾ 7 മണിയായി. എന്തായാലും എൻ്റെ ആ ഒരു നിശ്ചയം മാറിപ്പോയല്ലോ. 6 മണിക്ക് ജിമ്മിൽ എത്താമെന്നാണ് പറഞ്ഞത്. ഇന്ന് കാര്യം ചെയ്യാം, 2026 ആവട്ടെ, എന്നിട്ട് ജിമ്മിൽ പോവാം. എന്നിട്ട് പിന്നെ വീണ്ടും ഈ സെയിം അവസ്ഥയിലൂടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കണം 2025. ഈ ജിമ്മിൽ പോണേ മാത്രമല്ല ഇത്, നമ്മൾ എടുക്കുന്ന ഓരോ നിശ്ചയങ്ങളും നമ്മൾ ചിന്തിക്കണം. എന്താ അറിയാം, നമ്മൾ ഈ മുഹൂർത്തങ്ങളുടെ പുറകെ പോകും. കറക്റ്റ് മുഹൂർത്തത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങ് വലിയ സംഭവം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണേ. എത്ര കാര്യങ്ങൾ മുഹൂർത്തത്തിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല അനുഭവം കിട്ടിയിട്ടുണ്ട്. മുഹൂർത്തമൊക്കെ നോക്കുമല്ലോ പല കാര്യങ്ങൾക്കും. യെസ്, മുഹൂർത്തം നോക്കണ്ടെന്നല്ല പറയണത്. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ എവിടെ ഇരിക്കണത്? കർമ്മത്തിലല്ല, ശ്രദ്ധ മുഴുവനും ഫലത്തിലാണ്. ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ പോലും എന്ത് കിട്ടണം, എനിക്ക് എന്ത് തരണേ എന്നുള്ള ഫലത്തിൽ നിങ്ങൾ ശ്രദ്ധ മുഴുവനും. ഭഗവാനെ, എൻ്റെ എക്സാം എനിക്ക് 100% ജയിക്കാൻ അനുഗ്രഹിക്കണേ, 100 മാർക്ക് എനിക്ക് കണക്കിന് കിട്ടണേ. പക്ഷെ പഠിക്കില്ല കേട്ടോ, പഠിക്കൂല, ഒന്നും നോക്കൂല. ആ ഫുൾ ടൈം ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ഭഗവാന്റെ മുന്നിൽ പോയി ഇരുന്ന് പ്രാർത്ഥനയാണ്. അതാണ് കർമ്മഫലത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറയണത്. ഭഗവാൻ എന്താ പറയണേ? കർമ്മഫലത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ദുഃഖം മാത്രമായിരിക്കും ഫലം. ഇത് ധർമ്മമല്ല, അത് കർമ്മയോഗമല്ല. ഫലമൊക്കെ അവിടെ നിന്നോട്ടെ, പ്രാർത്ഥനയൊക്കെ മുറക്കി നടന്നോട്ടെ, എല്ലാം സംഭവിച്ചോട്ടെ. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ എവിടെ ഇരിക്കണം? നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിലായിരിക്കണം. കാരണം ജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ കർമ്മം നിർവഹിക്കുമ്പോൾ എങ്ങനെ കർമ്മം ചെയ്യണം? ഇറ്റ് ഇസ് എ സ്കിൽ ഇൻ ആക്ഷൻ. ഒരു സ്കില്ല് കൊണ്ടുവരണം. എന്താണ് ആ സ്കിൽ എന്നല്ലേ? ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആ സ്കിൽ എന്നുള്ളത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കേൾക്കാതെ. സ്കില്ല് 51 ശ്ലോകം. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണാഃ ജന്മബന്ധ വിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം. സമത്വ ബുദ്ധിയോട് കൂടിയ മനീഷികൾ കർമ്മഫലത്തെ ഉപേക്ഷിച്ച് ഇരുബന്ധത്തിൽ നിന്നും നിശ്ലേഷം മുക്തരായി ദോഷശേഷമില്ലാത്ത പരമപദത്തിൽ എത്തിച്ചേരുന്നു. കണ്ണുകളടച്ച് ദീർഘമായ ശ്വാസമകത്തേക്ക് എടുക്കാം. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. കണ്ണുകൾ തുറക്കാം. വാട്ട് ഈസ് സ്കിൽ? എന്താണ് കൗശലം? ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം, ആ വരുന്ന അവസരം അനുഭവത്തെ ഭഗവാന്റെ എന്തായിരിക്കണം? പ്രസാദമായിരിക്കണം. അപ്പോൾ ഭഗവാന്റെ പ്രസാദം എന്ന് കരുതുമ്പോൾ തന്നെ മനസ്സ് സ്വസ്ഥമായി. 2, എങ്ങനെ കർമ്മം ചെയ്യേണ്ടത്? അത് ഞാൻ എൻ്റെ ഭഗവാന് വേണ്ടി ചെയ്യുന്നു, ഈശ്വരന് വേണ്ടി ഞാൻ ചെയ്യുന്നു കർമ്മം. ആൻഡ് ദാറ്റ് ഈസ് ദ സ്കിൽ.
അതാണ് സ്കിൽ എന്ന് പറയുന്നത്. ഓരോ കാര്യം ചെയ്യുമ്പോഴും, എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ കർമ്മം ഞാൻ ചെയ്യണത് ഞാൻ എൻ്റെ ഭഗവാന് വേണ്ടിയിട്ടാണെന്നുള്ള ഭാവം വരുമ്പോൾ അവിടെ പവിത്രത ഉണ്ടാവും. ക്ഷേത്രത്തിൽ മാല കെട്ടി കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടൊപ്പം നിങ്ങൾ മാല കെട്ടി കൊടുക്കുക. എത്ര പേരുടെ മാല കെട്ടി കൊടുക്കാറുണ്ട് ഇവിടെ? കിടക്കാറുണ്ട്. ഓക്കെ, യെസ്, കുറച്ചുകൂടെ കൊടുക്കാറുണ്ട്. കൊടുക്കുമ്പോൾ അവിടെ പവിത്രതയുണ്ട്, വ്രതശുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. കാരണം ആ മാല ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഭഗവാന് വേണ്ടിയിട്ടുള്ളതാണ്. ഭാര്യയ്ക്ക് വേണ്ടി മാല കെട്ടി കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? കെട്ടിക്കൊടുക്കും. പിന്നെ എവിടെ കൊടുക്കാം? പിന്നെ ഭഗവാന് കെട്ടറ കയ്യായത് നിനക്ക് കിട്ടിത്തറഞ്ഞായിട്ട് എന്ന് പറയുന്നത് നമ്മൾ. എന്ന് വെച്ചാൽ പവിത്രതയില്ല. എന്താ കാര്യം? എന്താ? ഞാൻ ആ ബന്ധത്തിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി. ഈ മാല കെട്ടാൻ കത്തി മാത്രമല്ല, ഇവിടെ ശ്രീശൻ ചേട്ടൻ കൈ ഉയർത്തിക്കൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഭാവം എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഭാവം വരുമ്പോൾ നിങ്ങൾ കർമ്മയോഗത്തിലായി. ചായ ഉണ്ടാക്കുമ്പോൾ, ചോറുണ്ടാക്കുമ്പോൾ, ഭക്ഷണം വെക്കുമ്പോൾ എല്ലാം ഭഗവാന് വേണ്ടിയിട്ടാവുന്ന ഭാവത്തിൽ നിങ്ങൾ ചെയ്തു നോക്കിക്കേ. ആ ഒരു കർമ്മത്തിൽ ശുദ്ധി ഉണ്ടാവും. ആ ഒരു കർമ്മത്തിൽ അതിൻ്റെ ഫലം എന്നുള്ളത് ഏറ്റവും മനോഹരമായിട്ട് തീരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ചില അമ്മൂമ്മമാർ മാത്രമല്ല, ചില ആളുകളൊക്കെ ഈ ഭക്ഷണം വെക്കുമ്പോൾ നല്ല കൈപ്പുണ്യം എന്ന് പറയും, നല്ല ടേസ്റ്റ് ആയിരിക്കും അവിടെ ഭക്ഷണത്തിന്. എന്തുകൊണ്ടായിരിക്കാം? ഒരു ശ്രദ്ധ പൂർണ്ണമായിട്ടും ആ ചെയ്യുന്ന കർമ്മത്തിലുണ്ട്. ഒന്ന്, ചെയ്യുന്ന കർമ്മത്തിലുണ്ട്. രണ്ട്, അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ്, ഒരു സേവയായിട്ട് ചെയ്യും. ഞാൻ ഈ കുംഭമേളയ്ക്ക് പോയ സമയത്ത്, കുംഭമേളയ്ക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. ഒരുപാട് സംഘടനകളോട് അന്നദാനം കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി. ഇപ്പം ഈ നോർത്ത് ഇന്ത്യൻ ഫുഡാണല്ലോ ഭക്ഷണം. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡ് എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചോറോ അല്ലെങ്കിൽ പരിപ്പ് കറിയോ ഒന്നും അല്ല, അവിടെ ദാൽ എന്നുള്ള കറിയാണ് കിട്ടുന്നത്. ദാൽ. അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവോ, ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വെച്ചിട്ട് കിട്ടിയത് ചോറ്, ചാവൽ, അവരുടെ അടുത്ത് ഉത്തർപ്രദേശിലെ ചോറ്, പിന്നെ പരിപ്പ് കറി, പിന്നെ 3 പൂരി കിട്ടി, പിന്നെ സബ്ജി, ഒരു കിഴങ്ങ് കറി, പിന്നെ കുറച്ച് പായസം കിട്ടി. പക്ഷെ ഉണ്ടല്ലോ, ആ കുറച്ചെടുത്ത് നാവിൽ വെച്ചപ്പോൾ തന്നെ ഇത്രയും ടേസ്റ്റുള്ള ഒരു ഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. അത്രയും ടേസ്റ്റ്, ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ്. എത്ര ഗംഭീരമുള്ള കുക്ക് വെച്ചാൽ പോലും അത്രയും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് അവർ സേവയായിട്ടാണ്. സേവനത്തിനാണ് അവർ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവർ ഭക്ഷണം പാകം ചെയ്യണത്. ഒന്നും പൈസയ്ക്കല്ല, അത് ചെയ്യണത് ഭഗവാന് വേണ്ടിയിട്ടാണ്. ഈ മഹാകുംഭമേളയിൽ വന്നിരിക്കുന്ന ജനങ്ങൾക്ക് ഒരാൾ പോലും വിശന്നും പോകരുത് എന്നുള്ള ആ ദൃഢനിശ്ചയത്തിൽ അവർ സേവയായിട്ട് ചെയ്തതായിരുന്നു ആ ഭക്ഷണം പാകം ചെയ്യുന്നത്. എന്ത് ടേസ്റ്റായിരുന്നു അറിയോ? അപ്പോൾ ഇതാണ് സേവ. സേവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ് സേവ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, സേവ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ്കാമ കർമ്മം എന്ന് വെച്ചാൽ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നത്. അമ്പലത്തിൽ മാല കെട്ടി കൊടുക്കുമ്പോൾ ഭഗവാൻ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും തിരിച്ചു തരുമെന്ന് കരുതിയിട്ടാണ് മാല കെട്ടി കൊടുക്കുന്നത്? അല്ല, ഭഗവാൻ ഞാൻ കെട്ടിക്കൊടുക്കുന്നു, അത്രമാത്രം. അതാണ് സേവ. അതേ കർമ്മം നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ആചരിച്ചു നോക്കിക്കേ. ഒന്നും എനിക്ക് വേണ്ട ഈ ലോകത്ത് നിന്ന്, ഒന്നും വേണ്ട. പക്ഷെ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നെ കൊണ്ട് പറ്റുന്ന അവസ്ഥയിൽ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഒപ്പമുള്ളവരുടെയും ജീവിതത്തെ ഉയർത്താനുള്ള ആ കർമ്മത്തിൽ ഞാൻ വ്യാപൃതനായിരിക്കും. എന്തായാലും എൻ്റെ മനസ്സ് സ്വസ്ഥമായിരിക്കുന്നുള്ള കാലം ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ മറ്റുള്ളവർക്ക് ആനന്ദം നൽകുന്ന കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനായിരിക്കും. എനിക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ, ഇതാണ് ഏറ്റവും രസമായിട്ടുള്ള കാര്യം. ഈ ഭഗവത്ഗീതയിലെ ഈ ഒരു ശ്ലോകമാണ് പല മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നത് പോലും. അതായത് കർമ്മസു കൗശലം, സ്കില്ല് കൊണ്ടുവരണം. എങ്ങനെ? മനസ്സിൽ, ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം ഒരിക്കലും അതിൽ നിന്നും എന്ത് നേടിയെടുക്കാം എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കുന്നത്. ആ ചെയ്യുന്ന കർമ്മത്തിലൂടെ എന്തെനിക്ക് കൊടുക്കാൻ പറ്റും എന്ന ഭാവത്തിൽ നിങ്ങൾ ഒരു വിഭാവനം ചെയ്തുകൊണ്ട് ആ കർമ്മം ചെയ്ത് നോക്കിക്കേ. അതായത് മനസ്സിൽ ലക്ഷ്യമുണ്ട്, എനിക്കൊരു IAS ഓഫീസർ ആവണം എന്നുള്ളത്. എന്തിനും സ്വപ്നമായിക്കോട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ. ആ സ്വപ്നം മനസ്സിൽ വെക്കുമ്പോൾ IAS ഓഫീസർ ആയിട്ട് ആ സ്ഥാനത്തിരുന്നിട്ട് ഭരണവും പ്രശസ്തിയും സമ്പാദ്യവും ശമ്പളവും നല്ല പെണ്ണും ഇതൊക്കെയാണ് നിങ്ങളുടെ ചിന്തയിലെങ്കിൽ നിങ്ങളുടെ കർമ്മയോഗത്തിലല്ല. കാരണം നിങ്ങൾ ശ്രദ്ധ എവിടെ ഇരിക്കണേ? കർമ്മഫലത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. എന്നാൽ മനസ്സിലെ ആ ഒരു വിഷൻ, ആ ഒരു ലക്ഷ്യം എന്നുള്ളത്, അത് നേടിയെടുത്ത് കഴിയുമ്പോൾ എത്രത്തോളം എനിക്ക് കൊടുക്കാൻ പറ്റും, ആ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തിന്, ഈ സമൂഹത്തെ എത്രത്തോളം എനിക്ക് സേവിക്കാൻ പറ്റും,
എൻ്റെ എത്രത്തോളം എൻ്റെ കഴിവുകളെ പൂർണ്ണമായിട്ടും ഞാൻ ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് വിനിയോഗിക്കാൻ പറ്റും എന്ന ഭാവത്തിലാണോ നിങ്ങൾ ആ സ്വപ്നം മനസ്സിൽ വെച്ചിരിക്കുന്നത്? പ്രകൃതി കൂടെ നിൽക്കും, ഭഗവാൻ കൂടെ നിൽക്കും. ഞാൻ നിങ്ങളോട് പറയണു, അപ്പോൾ മാത്രമേ ഭഗവാൻ കൂടെ നിൽക്കുള്ളൂ. കാരണം കർമ്മയോഗികൾക്കൊപ്പം വരുന്ന സത്യത്തിന്റെ പേരാണ് ഭഗവത് തത്വം. അല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട് നേടുന്ന തത്വമല്ല ഭഗവാൻ. പ്രാർത്ഥനയിൽ എന്താ ഉള്ളത്? പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറയണേ, പക്ഷേ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഫലത്തിലേക്കാണെങ്കിൽ എനിക്ക് എന്ത് നേടണം, ഭഗവാൻ അത് വേണം ഇത് വേണം, നടക്കില്ല. കാരണം നിങ്ങൾ മനസ്സ് കാമത്തിലാണ്. കാമത്തിൽ നിൽക്കുന്നവർക്കൊപ്പം ഭഗവാൻ നിൽക്കില്ല. മനസ്സിനങ്ങോട്ട് വെടിയ ആഗ്രഹങ്ങളെ പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് അർപ്പിക്കുക. കാരണം എന്താ? ഭഗവാൻ ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ അനുഭവത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഏറ്റവും ഗംഭീരമായിട്ട്. അതിനെ രണ്ട് കൈനീട്ട് സ്വീകരിക്കുക പ്രസാദമായിട്ട്. എന്നിട്ട് ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഒരു ഫലത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ ഈ നിമിഷത്തിലെ കർമ്മം 100% ചെയ്ത് സന്തോഷത്തോടൊപ്പം ഒന്ന് കണ്ണടച്ചിരിക്കുക. ഓരോ ദിവസവും വൈകുന്നേരം രാത്രി സമയമാകുമ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എത്രത്തോളം കർമ്മങ്ങൾ ഈ ലോകത്തിന്, സമൂഹത്തെ, മാനവ സേവയാണ് മാധവ സേവ. ഭഗവാനെ സേവിക്കുന്ന വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് അമ്പലത്തിൽ വന്നിട്ട് ആ ഭഗവാന് വേണ്ടി പൂക്കൾ കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ മാല കെട്ടിക്കൊടുക്കുന്നു. ഇതല്ല സേവ എന്ന് പറയുന്നത്. അത് കൊടുക്കുമ്പോഴും എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ സാമൂഹിക സേവനമായിരിക്കണം. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്നല്ല പറയണത്. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ആള് വയറ് കാഞ്ഞ് വിശന്നിരിക്കുമ്പോൾ ഭഗവാന് കൊണ്ട് ചോറും സാമ്പാറും കൊടുത്തിട്ട് ഒരു കാര്യമില്ല മക്കളെ. ഭഗവാൻ അത് വേണ്ട. ഭഗവാൻ ഒരിക്കലും അത് സ്വീകരിക്കില്ല. ഒപ്പമുള്ളവരുടെ മനസ്സിൽ സന്തോഷം നൽകിക്കൊണ്ട് ഭഗവാന്റെ മുന്നിൽ പോയി എന്ന് വെറുതെ ഇരുന്നാൽ മതി. ആ നിമിഷം മോക്ഷമായിരിക്കും. അതാണ് മോക്ഷം. അല്ലാതെ അടുത്തിരിക്കുന്ന ആരുടെയും ദുഃഖം കാണാതെ സ്വന്തം സുഖം മാത്രം നോക്കിക്കൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജപിച്ചിട്ടും കാര്യമില്ല. കാരണം നിങ്ങളുടെ മനസ്സ് കാമത്തിലാണ്, കർമ്മയോഗത്തിലല്ല. അപ്പൊ കർമ്മയോഗം എന്താ? ആ സേവ, ആ സേവനയുക്തമായിട്ടുള്ള മനോഭാവം, ആ ശ്രദ്ധ മനസ്സിലേക്ക് കൊണ്ടുപോവാ. എന്നിട്ടോ ഉള്ളിൽ ചെയ്യുന്ന, ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ട് സർവ്വതും ചെയ്യും. എല്ലാം സേവയായിട്ട് കാണുക. ക്ഷേത്രത്തിൽ വരുമ്പോൾ മാത്രമുള്ളതല്ല, ഭഗവാന് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല സേവ എന്ന് പറയണത്. ജീവിത സമൂഹത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാന് വേണ്ടിയിട്ടുള്ള ഭാവത്തിൽ ചെയ്യുമ്പോൾ കർമ്മയോഗത്തിലായി നിങ്ങൾ. ആ കർമ്മയോഗികൾക്കൊപ്പം ഭഗവാൻ നിറഞ്ഞ വിശ്വരൂപത്തില് മയിൽപ്പീലികൾ ഇങ്ങനെ നിറഞ്ഞാടി 1000 കൈകളായി 1000 തലകളായി തൊട്ടു മുന്നിൽ അനുഗ്രഹ ഭാവത്തിൽ ഭഗവാൻ നിറഞ്ഞിരിക്കും. അവർക്കൊപ്പം മാത്രം. അതാണ് ഭഗവാൻ കർമ്മയോഗത്തില് ഭഗവാൻ അർജുനോട് പറയുന്നത്. അപ്പോ ജീവിതത്തിൽ ദുഃഖമാവട്ടെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏത് അനുഭവങ്ങളാവട്ടെ, അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അതിന് സമത്വം, അത് സമചിത്തത നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ദൃഢബുദ്ധി ഉണ്ടാവണം. എന്താ ബുദ്ധി? എന്താ? ശ്രദ്ധ പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് മാത്രം. കാരണം ഇവിടെ ഇരിക്കുന്ന അതേ തത്വം തന്നെയാണ് അകത്തിരിക്കുന്ന ആ വിഗ്രഹത്തിലുള്ള അതേ ചൈതന്യം. ആ ചൈതന്യം തന്നെയാണ് അറിവിന്റെ ഭാവത്തിൽ ഗുരുവായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരു, ദ ഗോഡ്, ഈശ്വര ആൻഡ് ആത്മാ, ഇത് മൂന്നും ഒന്ന് തന്നെ. അപ്പൊ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അറിയുക, നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യത്തെയാണ് നിങ്ങൾ ആ നിമിഷം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ചൈതന്യം തന്നെയാണ് ഇപ്പോൾ നിങ്ങളോട് ഈ മഹാജ്ഞാനം പകർന്ന് തന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോ സ്വന്തം ആത്മാവിനെ കാണാൻ പറ്റണം ക്ഷേത്രത്തിൽ വരുമ്പോൾ. ആ ആത്മാവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പരമാനന്ദമായി. പരമാനന്ദത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും സേവയിലായിരിക്കും. അയാൾ ഒന്നും ആഗ്രഹിക്കില്ല ജീവിതത്തിൽ. അദ്ദേഹം എപ്പോഴും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. കൊടുക്കുന്നവർക്കുള്ളതാണ് ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും. ഈ കൊടുക്കലല്ല, ഒരെണ്ണം കൊടുക്കണം എനിക്ക് അവൾ കിട്ടുക, അതാ കൊടുക്കലല്ല. കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ആവശ്യമില്ല. ഈ ജീവിതത്തിൽ നിന്ന് ഒന്നും എനിക്ക് നേടാനില്ല. എല്ലാം എൻ്റെ ഭഗവാൻ നൽകിക്കോളും. ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, ലോകത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിച്ച് നൽകിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വിജ്ഞാനം. അതുകൊണ്ടാണ് ഈ ധർമ്മം ഇപ്പോഴും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും സനാതനമായിട്ട് നിൽക്കാനുള്ള കാരണം. ആ സേവാ മനോഭാവത്തിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കൾ ഈ ഭാരത ഭൂമിയിൽ വന്ന് ജന്മം എടുത്തിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം എന്താ? ആ വാസന. അതാണ് സ്വല്പമപ്യസ ധർമ്മസ്യ. ഒരംശമെങ്കിലും നിങ്ങൾ ഈ ധർമ്മത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മം എന്നുള്ളത് ഇതിൻ്റെ ഒരു അടുത്തൊരു സ്റ്റെപ്പായിരിക്കും. ഇതിന്ന് താഴേക്ക് പോവില്ല. അതായത് ഓരോ ജന്മം കഴിയും തോറും നിങ്ങൾ ഇങ്ങനെ റിഫൈൻഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ആ സേവാ മനോഭാവം ഇങ്ങനെ ജീവിതം നിറഞ്ഞുകൊണ്ടിരിക്കും. ഒരവസരത്തില് ധർമ്മം മാത്രമായിട്ട് നിങ്ങൾ മാറും. അതാണ്
ഗുരുതത്വ അതിങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങും നിങ്ങളുടെ ഉള്ളിൽ നിന്നും. ദാറ്റ് ഈസ് കർമ്മയോഗ. സേവ സേവ സേവ. ആ ഭാവം ഉള്ളിൽ നിറയാൻ തുടങ്ങും. ആനന്ദം മാത്രമായിരിക്കും അവിടെ, ആനന്ദം മാത്രം. 52-ാമത്തെ ശ്ലോകം, 53-ാമത്തെ ശ്ലോകം. ഇതാണ് നമ്മുടെ കർമ്മയോഗം. അപ്പോൾ രണ്ട് നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. നിറഞ്ഞ മനസ്സോടെ നമുക്കത് കേൾക്കാം അല്ലെങ്കിൽ പാരായണം ചെയ്യാം. യദാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ഈ ദേഹമാണ് ആത്മാവ് എന്ന മോഹത്തെ വിവേകത്തോടെ മറികടക്കുമ്പോഴേ നീ ഇതുവരെ കേട്ടതിലും കേൾക്കാനിരിക്കുന്നതുമായ എല്ലാത്തിനും വൈരാഗബുദ്ധിയോടുകൂടിയവനായി തീരും. ശ്രുതി വിപ്രതിപന്നാതേ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധി തഥാ യോഗമവാപ്സ്യസി. പലവിധ വേദശാസ്ത്രാദികൾ കേട്ടുഴലുന്ന നിന്റെ ബുദ്ധി നിശ്ചലമായി പരമാത്മാവിൽ ഉറയ്ക്കുമ്പോൾ നിനക്ക് ആത്മാനുഭൂതി കൈവരും. കണ്ണുകളടച്ച് ദീർഘമായൊരു ശ്വാസം അകത്തേക്ക് എടുക്കാം. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. സാവധാനം കണ്ണുകൾ തുറക്കാം. വീണ്ടും വീണ്ടും ഭഗവാൻ പറയുന്നു, നീ ആത്മാവാണ് എന്ന ബോധം ഉള്ളിൽ ഉറപ്പിക്കുക. തൊട്ടടുത്തിരിക്കുന്നവരിലും നിനക്ക് ആ ആത്മാവിനെ തന്നെ കാണാൻ പറ്റണം. എന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ, ആനന്ദമാണ് നിങ്ങൾ, പരമാനന്ദം മാത്രമാണ്. ആ ആനന്ദത്തെ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആനന്ദം അറിയാനുള്ള കർമ്മമാണ് സേവ. ആ ആനന്ദത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അതാണ് ഭഗവത് സേവ. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ലെങ്കിൽ മറ്റുള്ളിൽ ഭഗവാനെ കണ്ടാലും മതി. ആ സേവ മനോഭാവത്തിൽ നിൽക്കുമ്പോൾ ഉള്ളിൽ നിറയുന്ന അവസ്ഥയാണ് പരമാനന്ദം, ആനന്ദം. ഇത് കേട്ട അർജുനന് വളരെ സന്തോഷമായി കഴിഞ്ഞപ്പോൾ അർജുനൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഭഗവാനെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാവത്തിൽ ഈ പരമാനന്ദത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വ്യക്തി അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ എന്തായിരിക്കാം? അദ്ദേഹത്തിന് നടപ്പ് എങ്ങനെയായിരിക്കാം? അദ്ദേഹത്തിന് ഇരിപ്പ് എന്തായിരിക്കാം? അങ്ങനെ ആളുകളുണ്ടോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അവിടെയാണ് ഭഗവാൻ നമ്മുടെ നാളത്തെ ദിവസം, നാളത്തെ നമ്മുടെ 5-ാം ദിനം നമ്മുടെ യജ്ഞത്തിൻ്റെ സമാപന ദിനമാണ്. ഈ സമാപന ദിനത്തിലെ നമ്മുടെ യജ്ഞത്തിൻ്റെ ഞാനെന്ന് പറയുന്നത് ഭഗവാൻ വളരെ ഗംഭീരമായിട്ട് ആ ഒരു സ്ഥിതപ്രജ്ഞ എന്ന വാക്ക് ഭഗവാൻ ഉപയോഗിക്കുന്നത്. സ്ഥിതപ്രജ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിതമായ പ്രജ്ഞ, സ്ഥിരമായ ബുദ്ധി, ഈ ദൃഢനിശ്ചയത്തോടൊപ്പമുള്ള ബുദ്ധി, സുഖത്തിലോ ദുഃഖത്തിലോ പെടാതെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെയും ഭഗവാന്റെ പ്രസാദമായി കണ്ടുകൊണ്ട് ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ് എൻ്റെ ഓരോ കർമ്മങ്ങളും എന്ന ഭാവത്തിൽ ജീവിതത്തിൽ മുന്നേറുന്ന ഏതൊരു വ്യക്തിയും സ്ഥിതപ്രജ്ഞനാണ്. അപ്പൊ ആ സ്ഥിതപ്രജ്ഞന്റെ നടപ്പ്, ഇരിപ്പ്, ഭാഷ, അതാണ് അർജുനൻ ചോദിക്കണ ആ ഒരു ചോദ്യം. അപ്പൊ ആ ഒരു ശ്ലോകം കൂടെ നമുക്കൊന്ന് വായിക്കാം. 54-ാമത്തെ ശ്ലോകം. അത് അർജുനന്റെ ആ ഒരു ചോദ്യമാണ്. അതും കേൾക്കാം നമുക്ക്. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധിം കിം പ്രഭാഷേത കിമാസീദവ്രചേത കിം. അർജുനൻ പറഞ്ഞു, ഹേ കേശവ, ആത്മാനുഭൂതി കൈവന്നവന്റെ ലക്ഷണം എന്താണ്? ഈ സ്ഥിതപ്രജ്ഞൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എങ്ങനെ? എങ്ങനെയാണ് അയാൾ ഇരിക്കുക? എങ്ങനെയാണ് നടക്കുക? കണ്ണടച്ചു വെക്കാം. ദീർഘമായൊരു ശ്വാസം അകത്തേക്ക് എടുക്കാം. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. ഇന്ന് നമ്മൾ കേട്ട മഹാജ്ഞാനം അത് കർമ്മത്തെക്കുറിച്ചുള്ളതാവുന്നു. കർമ്മത്തിൽ മാത്രമേ നമുക്ക് നിയന്ത്രണമുള്ളൂ
എന്ന ഭഗവാന്റെ വാക്കുകൾ അർജുനന്റെ ഉള്ളിലെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചു. ഈ ഭാവത്തിൽ അർജുനൻ സ്വസ്ഥമായിരിക്കുന്നു. ദീർഘമായ ശ്വാസം ഒരിക്കൽ കൂടി അകത്തേക്ക് സാവധാനം പുറത്തേക്ക് വിടാം.